വാങ്ങിച്ചതാണെന്നില്ല, എവിടെ നിന്നാണെന്നില്ല. 130 രൂപ അതിനകത്ത് വെച്ച് 100 ഒരു കടലാസും 10ന്റെ 3 കടൽ നോട്ടും, അങ്ങനെ 130 രൂപ വെച്ചത് ഓർക്കുന്നു. എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പൈസ ഇല്ലാതെ വാങ്ങിക്കാൻ കഷ്ടപ്പെട്ട ആ സമയത്ത് ദൈവം അത്ഭുതമായി തന്ന അത് ഞങ്ങളുടെ ആയുഷിൽ ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. അത് കൊടുത്ത് ഞങ്ങൾ ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ ഒരു പാൽപ്പൊടി വാങ്ങിച്ച് അത് കൊടുത്തുകൊണ്ട് ഇടയായി. മാത്രമല്ല, ഇന്ന് നോക്കിയാൽ കാണാം അവൾക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉടുപ്പുണ്ട്. ആ ഉടുപ്പ് അന്ന് 13 രൂപ കൊടുത്ത് വാങ്ങിച്ച ഉടുപ്പാണ്. ആ കുഞ്ഞിനെ അന്ന് കഴിഞ്ഞിട്ട് അസ്വസ്ഥത പിടിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ലോകത്തോട് വിട പറയാൻ ഇടയായിത്തീർന്നു. അവളെ അടക്കിയത് ശ്രീനഗറിൽ CNI ചർച്ചിൻ്റെ കോമ്പൗണ്ടിലാണ് അടക്കാനിടയായത്. ഒരു പെട്ടി വാങ്ങിക്കാൻ പോലും അന്ന് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആ സമയം ഞാൻ ഓർക്കുന്നു. അന്ന് മാത്യൂസ് പള്ളിക്കൽ എന്ന് പറഞ്ഞ്, ഇപ്പോൾ അദ്ദേഹം ഇവിടെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം അവിടെയുണ്ട്, വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നു. അതുപോലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജോഷുവ ഡേവിഡ്, പിന്നെ പാനിപ്പറമ്പിൽ തോമാച്ചൻ, ഇവരൊക്കെ കൂടിയാണ് ഒരു പെട്ടി വാങ്ങിച്ച് എൻ്റെ കുഞ്ഞിനെ അടക്കം ചെയ്യാനായിട്ട് ഇടയായത്. അടക്കം ചെയ്യുമ്പോഴും ഞാൻ ഓർക്കുന്നു, അവളോട് പറഞ്ഞ ഒരു വാക്ക് ഇതാണ്: മകനെ, നിന്റെ ഇവിടെ അടക്കുകയാണ്, ശുശ്രൂഷയുണ്ടെങ്കിൽ അത് തികച്ചതിന് ശേഷം പപ്പായും നീ ഒരുമിച്ച് സ്വർഗപിതാവിനെ കാണാം എന്ന് പറഞ്ഞ് അടക്കിയത് ഇന്നും ഓർക്കുന്നു. CNIയുടെ സെമിറ്ററിയിലാണ് അവളെ അന്ന് അടക്കാനിടയായി തീർന്നത്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ എന്ന സ്ഥലത്താണ്. കട്ടപ്പനയിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരമുണ്ട് ഉപ്പുതറ. ഇത് വലിയൊരു മലമ്പ്രദേശമാണ്, നല്ല കുന്നുകളുണ്ട്. അപ്പോൾ ഇവിടെ വരാനായിട്ട് ഒരു കാരണമുണ്ട്. ഹൈറേഞ്ചിലെ ആദ്യകാല സുവിശേഷകന്മാരിൽ ഒരാളായ പാസ്റ്റർ KV വർക്കി പാസ്റ്റർ ഇവിടെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തെ ഉപ്പുതറ തങ്കച്ചൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് 50-ലധികം വർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. IPC സഭയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഈ സെന്ററിന്റെ ഒരു ചുമതല വഹിക്കുന്ന സെന്റർ പാസ്റ്ററാണ്. ഇന്ന് ഈ പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുവാനും നമുക്ക് കേൾക്കുവാനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ട്. പൊതുവെ സീനിയറായിട്ടുള്ള സുവിശേഷകന്മാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് അവരെ നടത്തിയ വിധങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം അവരെ നടത്തിയതൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ടിടയായി തീരും. എന്തായാലും പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കാം. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ പാസ്റ്ററെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി അനുവദിച്ചതോർത്ത് പാസ്റ്റർക്ക് ഉള്ള നന്ദി അറിയിക്കുന്നു. ദൈവം പാസ്റ്ററെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, പാസ്റ്ററുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് എത്ര വർഷമായി എന്നൊന്ന് പറയാമോ? എൻ്റെ പേര് KV വർക്കി. എൻ്റെ വീട്ടുപേര് കൊച്ചുറുമ്പിൽ എന്നാണ്. ഉപ്പുതറയിൽ താമസിക്കുന്നു. കർത്താവിൻ്റെ മഹത്വമുള്ള വയലില് 1967 മുതൽ ആയിരിക്കുവാൻ ദൈവം കൃപയാൽ സഹായിച്ചു. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? എനിക്ക് ഭാര്യയും 5 മക്കളും ഉണ്ട്. മക്കളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരാള് നിത്യതയിലാണ്. ഞാൻ എന്നോട് യുവതിക്കുന്നവരോട് പറയാറുള്ളത്, സ്വർഗത്തിൽ ചെന്നാൽ അവിടെ ഒരാളുണ്ട്, ഭൂമിയിൽ 4 പേരുമുണ്ട്. 4 പേര് 4 ഇടങ്ങളിലായിട്ട് താമസിക്കുന്നുവെങ്കിലും ഒരാൾ പൂർണ്ണ സുവിശേഷകനായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. മറ്റുള്ളവർ ദൈവസഭയ്ക്ക് അനുഗ്രഹമായ നിലയിൽ ശുശ്രൂഷന്മാരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഓക്കെ. പാസ്റ്റർ ഇവിടെ ഈ ഉപ്പുതറയിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഉപ്പുതറയിൽ തന്നെയാണ്. ഇപ്പൊ പാസ്റ്റർക്ക് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 77 വയസ്സ് പ്രായം. അപ്പൊ 77 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതാണ്. അതെ. പാസ്റ്ററുടെ പിതാവ് ഇവിടെ വന്നതാണോ അതോ പാസ്റ്ററൊക്കെ നാട്ടിൽ നിന്ന് വന്നതാണോ? എന്റെ പിതാവാണ് വന്നത്. ഏകദേശം 90 വർഷത്തിന് മുമ്പ് എന്റെ അപ്പച്ചൻ ഈ ദേശത്തേക്ക് കടന്നു വന്നതാണ്. ഇപ്പൊ 90 വർഷം മുമ്പ് ഇവിടെ വരുമ്പോ ഇവിടെ ആൾതാമസമൊക്കെ ഉണ്ടായിരുന്നു? അന്ന് ആൾതാമസം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റില് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. പക്ഷേ ഇത് പുതുവൽ ഏരിയ ആയപ്പോൾ
ഇവിടേക്ക് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ചവര് 10-12 കുടുംബങ്ങളാണ് വന്ന് താമസിച്ചത്. അതിൽ അന്നത്തെ രോഗവും പനിയും ഒക്കെ പിടിച്ച് ചില കുടുംബങ്ങൾ മരിച്ചു പോയി. പിന്നെ ഒരു 8 കുടുംബങ്ങൾ മാത്രമാണ് ഈ പ്രദേശത്ത് ഈ ഉപ്പുതറ ഭാഗത്ത്. കട്ടപ്പന ആ ഭാഗങ്ങളിലൊക്കെ ആള് താമസമുണ്ട്. കട്ടപ്പനയൊന്നും അന്ന് തെളിഞ്ഞിട്ടേ ഇല്ല. എന്റെ കൊച്ചുപ്രായത്തിൽ ഞാൻ കട്ടപ്പന ചെല്ലുമ്പോൾ ഒരു ചെറിയ 2 പുൽക്കെട്ടിടം മാത്രമേ അന്ന് കട്ടപ്പനയുള്ളൂ. ഇന്ന് കട്ടപ്പനയൊക്കെ ഭയങ്കര ടൗണായി. ഇന്ന് കട്ടപ്പന കോട്ടയം പട്ടണം പോലെ വികസിച്ച് വരുന്ന ഒരു സെന്റ് സ്ഥലമൊക്കെ മേടിക്കണമെങ്കിൽ നല്ല വില കൊടുക്കണം. വലിയ അപ്പൊ പാസ്റ്റർ നാട്ടിൽ എവിടെയായി? എന്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഇവിടെയാണ്. പക്ഷെ എന്റെ പിതാവ് പാലാ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നയാളാണ്. എന്റെ അമ്മച്ചി യാക്കോക്കാരിയായിരുന്നു. വേളൂർ ഇല്ലിക്കല് കോട്ടയം കാരിച്ച. അപ്പൊ പാസ്റ്ററൊക്കെ ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നത്? എന്റെ പിതാവ് ഒക്കെ ഒരു പുരാതന കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ടതാണ്. എന്റെ ജനനം കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ്. പിന്നീട് പാസ്റ്റർ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? അത് എന്നായിരുന്നു? എന്റെ അപ്പച്ചൻ വലിയൊരു മദ്യപാനിയായിരുന്നു. കത്തോലിക്ക മതഭക്തിയിൽ തന്നെ കഴിഞ്ഞു വന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം ലോകപരമായ മദ്യത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം അടിമയായി ജീവിച്ച് ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത ഒരു അനുഭവത്തിലാണ് എൻ്റെ കൊച്ചുപ്രായം കഴിച്ചു വന്നത് എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പച്ചൻ മദ്യപിച്ചേച്ച് വരുമ്പോൾ ഞങ്ങൾ പേടിയോടെയാണ് ഇവിടെ വസിച്ചിരുന്നത്. ആ നിലയിൽ വസിച്ചിരിക്കുന്ന കാലത്താണ് സുവിശേഷം കേൾക്കാൻ ഒരു അവസരം എൻ്റെ പിതാവിന് ഉണ്ടായത്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അപ്പൻ വലിയൊരു സിനിമാ പ്രേമി കൂടിയായിരുന്നു. സിനിമ എവിടെയുണ്ടെന്ന് കേട്ടാലും അവിടെയൊക്കെ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മച്ചിയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അമ്മ വീട്ടിലെ വഴക്കും വയ്യാവേലും ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാലും സിനിമ കാണാൻ പോകാനും മറ്റുമൊക്കെ അമ്മച്ചിയെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുക വലിയ പതിവാണ്. അങ്ങനെ പോയ ഒരു സമയത്താണ് സുവിശേഷം കേൾക്കാൻ ഒരു അവസരം ദൈവം തന്നത്. ആ സുവിശേഷം ആണ് ഞങ്ങളെ ഈ മാർഗത്തിലേക്ക് വഴി നടത്താൻ കാരണം. അത് പാസ്റ്ററുടെ എത്രാമത്തെ വയസ്സിലായിരുന്നു? എന്റെ ഏകദേശം 9 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇത് കേൾക്കാനിടയായത്. ആ കാലഘട്ടത്തൊക്കെ സിനിമ പ്രദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഉണ്ട്. നാമധേയമായ ഒരു അനുഭവത്തിൽ അന്ന് ഉപ്പേറി ഒരു ചെറിയ തിയേറ്ററും അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോകുന്ന വഴിക്കാണ് ഈ സുവിശേഷം കേൾക്കാനിടയായത്. പിന്നീട് പാസ്റ്റർ പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് കുടുംബമായിട്ട് വന്നു. പിന്നീട് പാസ്റ്ററുടെ ജീവിതം എങ്ങനെയായിരുന്നു? പഠനം, വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? എൻ്റെ കൊച്ചുപ്രായത്തിൽ തന്നെ കർത്താവിനെ കാണാനുള്ള അറിയാനുള്ള ഒരു ഭാഗ്യവും സാവകാശവും ദൈവം എനിക്ക് തന്നു. എൻ്റെ മാതാപിതാക്കളാണ് ആദ്യമായി കർത്താവിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. അനന്തരമായി കർത്താവിൻ്റെ വചനം കേൾക്കാനൊക്കെ ഇടയായിട്ടുണ്ടെങ്കിലും അന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്ന ഒരനുഭവത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ 9ാമത്തെ വയസ്സിൽ യേശു കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുക്കാൻ ദൈവം കൃപയാൽ സഹായിച്ചു. എൻ്റെ 16ാമത്തെ വയസ്സിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. അപ്പോൾ പിന്നീട് സ്നാനപ്പെട്ടതിന് ശേഷം ഒരു സുവിശേഷകനാകണമെന്നുള്ളൊരു ഒരു താല്പര്യം ഉണ്ടാകുകയും പിന്നീട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയും ചെയ്തത് ഏത് കാലഘട്ടത്തിലാണ്? അതിന് എന്താണ് ഒരു പ്രചോദനമായത്? ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനുള്ള ഏറ്റവും വലിയ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് രക്ഷയിലേക്ക് വന്നയാളാണ്. മാത്രമല്ല എൻ്റെ പഠനം പലയിടങ്ങളിലായിട്ടാണ് നടത്തുവാൻ ഇടയായി തീർന്നത്. ഞാൻ സൺഡേ സ്കൂൾ ആദ്യമായിട്ട് പഠനം ആരംഭിച്ചത് വേളൂരാണ്, കോട്ടയത്ത്. അന്ന് അവിടെ സൺഡേ സ്കൂൾ പഠിക്കാനിടയായി. എന്നാൽ അതിന് ചുരുങ്ങിയ നാളുകൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്ന കേൾക്കാനിടയായി. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവന്റെ വലിയ ആത്മാവ് നഷ്ടമായാൽ അവന് എന്ത് പ്രയോജനം? ഈ വാക്യഭാഗം എൻ്റെ ഹൃദയത്തിൽ കൊച്ചു പ്രായത്തിൽ തന്നെ ചാട്ടുളി കയറി പിടിക്കുന്നത് പോലെ പിടിച്ച ഒരനുഭവം ഉണ്ടായിരുന്നു. സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അധ്യാപകനോട് ഞാൻ ചോദിച്ചു, ആ വാക്യം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും എളുപ്പമെന്നത് പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അന്നേരം പറഞ്ഞു, ഒരു സഭായോഗ മധ്യയാണ് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ നീ പോയിരിക്കും, സഭായോഗം തീരുന്നതിന് മുമ്പ് ഞാൻ ആ വാക്യം എടുത്തു തരാമെന്ന് പറഞ്ഞ് എടുത്തു തരാനിടയായി. എൻ്റെ കൊച്ചുപ്രായത്തിൽ അന്ന് ഞാൻ ചോദിച്ച ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം മർക്കോസ് 8:36 എന്ന് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനുള്ള ഒരു താല്പര്യം ഇതാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ വലിയൊരു ആത്മാവ് നഷ്ടമായാൽ അവന് എന്ത് പ്രയോജനം? അപ്പോൾ ഏറ്റവും പ്രയോജനമുള്ള കാര്യം ആത്മരക്ഷയാണെന്നും ഏറ്റവും വിലപ്പെട്ടത് രക്ഷയാണെന്നുള്ള കാര്യം എൻ്റെ കൊച്ചുപ്രായത്തിലെ ബോധ്യമാക്കാൻ എനിക്ക് ദൈവം ബോധ്യമായി തന്നു. അപ്പോൾ
ആ വചനമാണ് ചിലരെയെങ്കിലും കർത്താവിലേക്ക് കൊണ്ടുവരണം എന്നുള്ള താല്പര്യത്തിൽ ഞാൻ പ്രതിഷ്ഠന ദൈവസന്നിധിയിൽ സമർപ്പിക്കാനിടയായി തീർന്നത്. പിന്നീട് പാസ്റ്റർ ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോവുകയും പഠിക്കുകയൊക്കെ ചെയ്തു? ഞാൻ കുമ്പനാട് എബ്രോൺ ബൈബിൾ കോളേജിൽ പഠിക്കാൻ ദൈവം കൃപയാൽ സഹായിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ സുവിശേഷ വേല. അല്ലാതെ ഏത് കാലഘട്ടമാണ്? 1967 മുതൽ ദൈവവചനം പഠിച്ച് ആ കാലം അന്ന് മുതൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ബൈബിൾ കോളേജിലെ പഠനം കഴിഞ്ഞ് പാസ്റ്റർ ഒരു സുവിശേഷകനായി വന്നതിന് ശേഷം പിന്നീട് എവിടെയാണ് ആദ്യം പാസ്റ്ററുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്? എന്റെ ശുശ്രൂഷ ആരംഭിച്ചത് തന്നെ ഉപ്പുതറയിലാണ്. എന്റെ ജന്മദേശത്ത് തന്നെ ആ ശുശ്രൂഷ ആരംഭിക്കുവാൻ ദൈവം കൃപയാൽ ഇടയാക്കി. പിന്നീട് പാസ്റ്റർ ഈ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏത് കാലഘട്ടത്തിലാണ്? സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചത് കൊണ്ട് വേർതിരിക്കപ്പെടുകയും ദൈവദിനം പഠിക്കാനുള്ള അവസരം ദൈവം എനിക്ക് തരികയും ചെയ്ത ആ കാലങ്ങളിൽ തന്നെ ദൈവം എനിക്കൊരു വലിയ ദർശനം തന്നു. ആ ദർശനം നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ദർശനമായിരുന്നു. അത് ഞാൻ ദർശനത്തിൽ കണ്ടത് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ചെല്ലുന്ന ആ കാര്യം എന്റെ ഹൃദയം എനിക്ക് ദർശനം കാണുകയും ഞാൻ അന്ന് മുതൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. മാത്രമല്ല എൻ്റെ കൂടെ അന്ന് ബൈബിൾ കോളേജിൽ പഠിച്ചതായിരിക്കുന്ന സഹോദരന്മാരോട് ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉപ്പേറയിൽ ഏകദേശം ആദ്യമായിട്ട് ഒരു 9 മാസത്തോളം ശുശ്രൂഷ ചെയ്യുവാനിടയായി തീർന്നത്. അപ്പോൾ തന്നെ ഞാൻ അന്ന് ചുരുങ്ങിയ വിശ്വാസികൾ മാത്രമേ ഉള്ളവരോട് ഞാൻ പറഞ്ഞത് ഇന്നത്തെ പോലെ ഓർക്കുന്നു. ദൈവം നോർത്ത് ഇന്ത്യയെ കുറിച്ചൊരു ദർശനം തന്നിട്ടുണ്ട്. ആ ദർശനം എന്നാണ് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നത് എനിക്കറിയില്ല. പോകാനുള്ള അവസരം ലഭിക്കുമ്പോൾ ഞാൻ പോകുമെന്ന് പറഞ്ഞാണ് ഉപ്പേർ സഭയുടെ ചാർജ് ആദ്യമായിട്ട് എടുക്കുവാനിടയായി. അതിനുശേഷം നോർത്ത് ഇന്ത്യയിലേക്ക് ഏത് കാലഘട്ടങ്ങളിലാണ് പോയത്? അത് കഴിഞ്ഞിട്ട് ഉപ്പേറയിലെ ശുശ്രൂഷ 9 മാസം മാത്രമേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അണക്കരയിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ 3 വർഷം ശുശ്രൂഷിപ്പാനിടയായി. അന്നും ശുശ്രൂഷ ഏറ്റപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞ ഈ കാര്യമാണ്. ആ 3 വർഷത്തിന് ശേഷം ചീന്തല 3-ാം ഡിവിഷനിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ അയപ്പാനിടയായി. അവിടെയും ചെന്ന് ചാർജ് എടുത്ത് അപ്പോൾ ഈ കാര്യം പറഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടാകുകയും പാസ്റ്റർ PM ഫിലിപ്പ് അവറുകൾ അതിനുള്ള വഴിയും മുഖാന്തരം ഒരുക്കി തരികയും ചെയ്തു. എന്നെ പ്രാർത്ഥിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് അയച്ചത് പാസ്റ്റർ PM ഫിലിപ്പ് അവറുകളാണ്. മാത്രമല്ല പാസ്റ്റർ KE എബ്രഹാം അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി ഞാൻ ഓർക്കുന്നു. ജമ്മു കാശ്മീരിൽ അന്ന് പ്രവർത്തിക്കുവാൻ വലിയ തൽപരനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ക്യാപ്റ്റൻ ഷമുവേൽ. അദ്ദേഹത്തിന്റെ അടുക്കലേക്കാണ് എന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷ മേലുള്ള ബന്ധത്തിൽ ഇവിടെ നിന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ നേതൃനിരയിലുണ്ടായിരുന്ന ദൈവവൃത്തന്മാർ പ്രാർത്ഥിച്ചയച്ചത്. പാസ്റ്റർ ഈ ഹെബ്രോൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ പാസ്റ്ററെ പഠിപ്പിച്ച IPC സഭയുടെ അല്ലെങ്കിൽ മറ്റു സഭകളുടെ പ്രധാനപ്പെട്ട അധ്യാപകർ ആരൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്നെ ദൈവം അഭ്യർത്ഥിച്ച ദൈവവൃത്തന്മാരെ ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. അവര് നിത്യതയിലേക്ക് പ്രവേശിക്കപ്പെട്ടു. അവരാരൊക്കെയായിരുന്നു? പാസ്റ്റർ PM ഫിലിപ്പ് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. പാസ്റ്റർ TG ഉമ്മച്ചൻ അപ്പച്ചൻ പഠിപ്പിച്ചിട്ടുണ്ട്. ജോർജ് വർഗീസ് അവറുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. പാസ്റ്റർ PM ഫിലിപ്പ് അവറുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. പാസ്റ്റർ TS എബ്രഹാം, അതുപോലെ തന്നെ ഉമ്മൻ എബ്രഹാം ആദ്യമായ ദൈവവൃത്തന്മാർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രാരംഭകാല പ്രവർത്തകരിൽ നിന്ന് ഈ ശിക്ഷണം ഏറ്റെടുത്ത് ദൈവവചനം പഠിക്കാനുള്ള സാവകാശം ദൈവം എനിക്ക് തന്നു. അന്നത്തെ കാലത്ത് ഒരു ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ആത്മീയ തീഷ്ണതയെ കുറിച്ച് പറയാമോ? അന്ന് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എൻ്റെ കൂടെ പഠിച്ചത് 35 സഹോദരന്മാരാണ്. കൃപയാൽ ഇന്ന് അവര് ചിലർ നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിപ്പാനിടയായി. ചുരുങ്ങിയ പേര് മാത്രമേ കർത്താവിന് വയലിൽ ഇല്ലാത്ത ആളുകളായിട്ടുള്ളൂ. അന്ന് ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ പാസ്റ്റർ ഉമ്മൻ എബ്രഹാം, അതായത് സാറപ്പച്ചന്റെ 2ാമത്തെ മോൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു. അദ്ദേഹം പഠിച്ച ആ ബാച്ചിന് ശേഷം ഞങ്ങളുടെ ആ ബാച്ച് പോലെ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ബാച്ച് ഉണ്ടായിട്ടില്ല എന്ന് പറയത്തക്ക നിലയിൽ അന്നത്തെ കർത്തൃദാസന്മാരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം പഠിക്കാൻ കൃപയാൽ ഇടയാക്കി. പാസ്റ്റർ KC ജോൺ അവറുകൾ ഒക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. പാസ്റ്റർ KC ജോൺ. അതെ. ഓക്കെ. പിന്നീട് പാസ്റ്റർ ജമ്മു ആൻഡ് കാശ്മീരിൽ ചെന്നു. ക്യാപ്റ്റൻ ഷമുവേൽ അച്ചായന്റെ ഓട് ചേർന്ന് പ്രവർത്തിച്ചു. അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാൻ ആദ്യമായിട്ട് ചെന്ന് ക്യാപ്റ്റൻ ഷമുവേലിന്റെ അടുത്തേക്കാണ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചയച്ചത്. ഞാൻ അവിടെ ചെല്ലാനിടയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ദർശനം അനുസരിച്ച് അന്നുണ്ടായിരുന്ന ചുരുങ്ങിയ വേലസ്ഥലങ്ങളെ പോയി പരിചയപ്പെടുന്നതും അവിടെയുള്ള ഇതിഹാസന്മാരെ കാണുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞതനുസരിച്ച് അക്കന്നൂര്, റജോറി ആദിയായ സ്ഥലങ്ങളിലുള്ള കർത്തൃദാസന്മാരുടെ അടുത്തേക്ക് പോവുകയും അവരുമായിട്ട് ചുരുങ്ങിയ ദിവസങ്ങളൊക്കെ അവിടെ താമസിക്കുകയും ചെയ്തു. അനന്തരമായിട്ട്
ക്യാപ്റ്റൻ ഷമുവേൽ അവരുടെ അടുത്തേക്ക് കടന്നു വരുവാനിടയായി. അവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ശ്രീനഗറിലേക്ക് പോകാനിടയായി തീർന്നത്. ആ സമയത്ത് പാസ്റ്ററുടെ വിവാഹം കഴിഞ്ഞായിരുന്നു. എന്റെ വിവാഹം കഴിഞ്ഞ് എനിക്ക് 2 കുഞ്ഞുങ്ങളുമായിട്ടാണ് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ഈ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ നല്ല തണുപ്പ് പ്രദേശങ്ങളല്ലേ? തണുപ്പെന്ന് പറഞ്ഞാൽ പോരാ, അവിടെ ചെന്ന് അനുഭവിച്ചെങ്കിലേ അത് അറിയാൻ ഒക്കുള്ളൂ. മരം കോച്ചുന്ന തണുപ്പ്, മഞ്ഞ് വീഴുന്നതായ തണുപ്പ്, അങ്ങനെയുള്ള തണുപ്പത്താണ് പോകാനിടയായത്. വേണ്ട നിങ്ങൾ ഒരു സപ്പോർട്ട് പോലും ആരും അന്ന് തന്നിട്ടില്ല. ഞാൻ നോർത്ത് ഇന്ത്യയെ കുറിച്ച് ദൈവം എനിക്ക് തന്ന ദർശനം അനുസരിച്ചുള്ള യാത്രയായതുകൊണ്ട് ദൈവത്തിൽ പറയുന്ന പോലെ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അതിന് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. കാലം വൈകിയാലും ഇനി അതിനുവേണ്ടി കാത്തിരിക്കാൻ നിവർത്തിക്കുന്ന നിശ്ചയം എന്നുള്ള വചനപ്രകാരം ദൈവം എനിക്ക് തന്ന ദർശനം അനുസരിച്ച് യാത്ര ചെയ്താണ്. സാമ്പത്തികമായിട്ട് ആരും തന്നെ വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. അന്ന് എനിക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് 400 രൂപയാണ് അത് തന്നത്. ഇന്നും നന്ദിയോടെ ഓർക്കുന്നുണ്ട്. കുവൈറ്റിലുള്ള IPC സഭ, ആ സഭയാണ് അന്ന് തന്നത്. അതായിരുന്നു മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് യാത്ര ചെയ്യാനിടയായി തീർന്നത്. അച്ചാനക്ക് ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ ചെന്നപ്പോ തണുപ്പിനെയൊക്കെ എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്ത് അതിനുള്ള വസ്ത്രം കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള പൈസയോ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ സഭ അതൊക്കെ തരുവോ വല്ലതും ചെയ്തായിരുന്നു? നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു ചെന്ന ക്യാപ്റ്റൻ ഷമുവേൽ അവരുടെ കൂടെയാണ് ചുരുങ്ങിയ ദിവസങ്ങൾ താമസിപ്പാനിടയായത്. അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, തങ്കച്ച, ശ്രീനഗറിൽ നമുക്ക് വേലയില്ല, നമ്മുടെ ഒരു പ്രവർത്തനം അവിടെ ആരംഭിക്കണം, അവിടെ പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ച കാര്യം ഇങ്ങനെയാണ്, മരിക്കാൻ മനസ്സുണ്ടോ എന്ന ആദ്യത്തെ ചോദ്യം. ഞാൻ പറഞ്ഞ ചായ നനഞ്ഞ് ഇറങ്ങിയാൽ കുളിച്ചു കയറണം, അതാണ് എൻ്റെ താല്പര്യം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത് കൊണ്ട് എനിക്ക് അതിന് തയ്യാറാണ് എന്ന് പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം കൂടെ കൂട്ടിക്കൊണ്ട് നന്ദി. ഞാനും എൻ്റെ കൂടെ അന്ന് ഇന്ന് AG സഭയുടെ പ്രവർത്തിക്കുന്ന VT ഏബ്രഹാം, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ അറിയുമായിരിക്കും, VT ഏബ്രഹാം, ഞങ്ങൾ 2 പേരെയും കൂടെയാണ് ശ്രീനഗറിലേക്ക് കൊണ്ടുപോകാനിടയായത്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ ഈ ശുശ്രൂഷ അവിടെ ഏൽപ്പിക്കുകയായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്നത് 1-2 വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു, പലയിടങ്ങളിൽ നിന്ന് വന്നവര്. പക്ഷേ എവരിയോ ക്രൂസൈഡിന്റെ ഒരു ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജോഷുവ ഡേവിഡ്, ഒരുപക്ഷെ നിങ്ങൾ അറിയുമായിരിക്കും. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ആദ്യമായിട്ട് ചെല്ലാനിടയായത്. അവിടെ താമസിച്ച് ആ ശുശ്രൂഷ ഏറ്റെടുക്കാനിടയായി. അന്ന് 2-3 വിശ്വാസികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നതിന് ശേഷം അവരോടൊപ്പം കർത്താവിന്റെ വേല ആരംഭിക്കാനിടയായി. മരം കോച്ചുന്ന തണുപ്പെന്ന് പറഞ്ഞാൽ ആ തണുപ്പിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യമല്ല. അവിടെ ചെന്നെങ്കിൽ മാത്രമേ ആ കാര്യം മനസ്സിലാകുള്ളൂ. മഞ്ഞ് വീഴ്ച എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മഞ്ഞ് വീഴുന്നത് കാണാനിടയായത്. വേണ്ടത്ര എന്താ പറയുക, വസ്ത്രം പോലും ഞങ്ങൾക്ക് വേണ്ട നിലയിലില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണെന്ന് അറിയാൻ പറ്റിയില്ല. കാര്യം മഞ്ഞ് വീഴുന്നതായ തണുപ്പ്, വേണ്ടത്ര വസ്ത്രം ധരിക്കാൻ തണുപ്പിനെ അതിജീവിക്കുന്നില്ല, കമ്പിളി വസ്ത്രമില്ല, അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു അനുഭവം. അപ്പോൾ അവിടെ ഒരു മിലിറ്ററിക്കാരൻ 2 കമ്പിളി കൊണ്ടെത്തുന്ന ആ കമ്പിളിയാണ് ഞങ്ങൾക്ക് ഒരു പുതയ്ക്കാനായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇന്ന് നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ആ മരം കോച്ചുന്ന തണുപ്പത്തും ദൈവം അത്ഭുതമായി പരിപാലിച്ചു. അന്ന് നടന്ന ഒരു കാര്യം ഇന്നത്തെ പോലെ ഓർക്കുന്ന, എൻ്റെ ഒരു മോൻ അന്ന് 2.5 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇന്ന് ദൈവകൃപയാൽ അവൻ അമേരിക്കയിലെ കർത്താവിന്റെ പേരിലുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുകയാണ്. ഈ തണുപ്പത്ത് പുതയ്ക്കാൻ വസ്ത്രമില്ല, പുതയ്ക്കാൻ പുതപ്പില്ല, ധരിക്കാൻ കമ്പിളി വസ്ത്രമില്ല, ഇങ്ങനെയുള്ള വളരെ ഭാരപ്പെട്ട സമയത്ത് എൻ്റെ മോന് എൻ്റെ വൈഫിനോട്, ഭാര്യയോട് ചോദിച്ചത് ഇന്നത്തെ പോലെ ഞാൻ ഓർക്കുന്നു, ഈ പപ്പ നമ്മളെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ എന്ന് ചോദിച്ച ചോദ്യം ഇന്നും ഓർക്കുമ്പോൾ ഹൃദയം തകർന്നു പോവുകയാണ്. ആ സമയത്തും ദൈവത്തിൻ്റെ കൃപ കൂടിയിരുന്നു. മാത്രമല്ല അന്നവൻ പുതയ്ക്കാനായിട്ട് കമ്പിളി ഇല്ലാത്തപ്പോൾ ഞാൻ ഓർക്കുന്നു, ചില രാത്രിയുടെ യാമങ്ങളിൽ അവനെ ഞാൻ എൻ്റെ സംഘത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ പിടിച്ച് രാത്രി മുഴുവൻ ഇരുന്ന കാര്യവും ഇന്ന് മറക്കാൻ സാധ്യമല്ല. അന്ന് ദൈവത്തിന്റെ കൃപ കൂടി അത്ഭുതമായിരിക്കുകയാണ്. അല്ല, എനിക്ക് ഈ കാര്യം, ഈ അച്ചാനിപ്പോ പറയുന്ന കാര്യം മനസ്സിലാകും. കാരണം ഈ ജമ്മു കാശ്മീരിന്റെ അത്രയും തണുപ്പൊന്നും ഉത്തർപ്രദേശിലും ബീഹാറിലും ഇല്ലെങ്കിൽ പോലും ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 3 മാസം നല്ല തണുപ്പാണ്. ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഞാൻ ആദ്യമായിട്ട് 2009 ബീഹാറിൽ ചെല്ലുമ്പോൾ
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ധരിക്കാനായിട്ടുള്ള കമ്പിളിയും പുറപ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഭാര്യ അന്ന് തണുപ്പടിച്ച് ബോധം കെട്ട് താഴെ വീണു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓടി വന്ന്, സഹോദരിമാർ ഓടി വന്നിട്ട് ആദ്യം നോക്കിയത് പല്ല് കൂട്ടി കടിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കിയത്. അപ്പോൾ എനിക്ക് ഈ സംഭവം അറിയത്തില്ല. അപ്പം പല്ല് കൂട്ടി കടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ആരെന്നാന്ന് ചോദിച്ചാൽ പറയാം, പല്ല് കൂട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആള് മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ കാലിൻ്റെ ഉള്ളംകാൽ ഇങ്ങനെ തിരുമ്മി ചൂട് വെച്ച് പിന്നെ അതിനുള്ള പ്രാഥമികപരമായ ചികിത്സയൊക്കെ ചെയ്തു. അപ്പം ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഒരു പകുതി തണുപ്പ് ഉത്തർപ്രദേശിലില്ല. അത് പകുതിയുടെ പകുതി തണുപ്പില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ അച്ചായൻ പറയുന്ന അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞാനും 2 പിള്ളേരെയും കൊണ്ട് അവിടെ താമസിച്ചപ്പോൾ കമ്പിളിയോ പുതപ്പോ സാഹചര്യങ്ങളോ ഇല്ലാത്തൊരു അനുഭവം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം അച്ചായൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും. അപ്പം കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട, ജമ്മു ആൻഡ് കാശ്മീരിൽ ആദ്യകാലം സുവിശേഷകനായി അവിടെ കടന്നു എന്ന് കഴിയുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ IPCയുടെ പ്രവർത്തനങ്ങൾ അവിടെ ആദ്യമായിട്ട് ആരംഭിച്ചത് പാസ്റ്ററാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശ്രീനഗറിൽ അതിനെ കുറിച്ചൊന്ന് പറയാമോ? ക്യാപ്റ്റൻ ഷമുവേൽ അവറുകളാണ് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനിടയായത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആ മരം കൊച്ചുന്ന തണുപ്പാണ്. അദ്ദേഹം എന്നോട് ചോദിച്ച കാര്യം ഇതാണ്, മരിക്കാൻ ഒരുക്കമാണോ എന്നാ ചോദിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം മുമ്പേ ഓർപ്പിച്ചു, അച്ചായ നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറണം, അതാണ് എന്റെ താല്പര്യം. ദൈവം അയക്കുന്നിടത്ത് പോകുകയും കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് അവിടേക്ക് പോകാനിടയായത്. അവിടെ കടന്നു ചെന്ന് ലാൽ ചൗക്കിലാണ് ആദ്യമായിട്ട് ചെല്ലാനിടയായത്. ആ ലാൽ ചൗക്കിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം എനിക്ക് തന്ന ദർശനം എനിക്ക് ഓർമ്മ വന്നു. വടക്കേന്ത്യയെ കുറിച്ചുള്ള ദർശനം. ലാൽ ചൗക്കില് ആ പല നിലകളുള്ളതായി കെട്ടിടവും ആ സ്ട്രീറ്റൊക്കെ ഇന്നും എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസത്തിലും TV ഒന്ന് കാണാനുള്ളതായ സാവകാശം ഉണ്ടായി ലാൽ ചൗക്കൊക്കെ. അപ്പൊ അവിടെ ചെന്നാണ് ലാൻഡ് ചെയ്യാനിടയായത്. അവിടെ പ്രവർത്തനം ആരംഭിക്കുവാൻ ദൈവം കൃപയാൽ സഹായിച്ചു. ഈ തണുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുകയാണ്. ഒരു മുറി മാത്രം വാടകയ്ക്കെടുത്ത് അതിനുള്ള സാമ്പത്തികം ഉണ്ടായി. 40 രൂപയായിരുന്നു അന്നത്തെ വാടക. അതിനകത്താണ് വിളിക്കണം, കുടിക്കണം, മാത്രമല്ല ആരാധിക്കണം, ഇതെല്ലാം ഒറ്റ ഒരു മുറി മാത്രമേ ഉള്ളൂ. ആ മുറിക്കകത്ത് താമസിച്ചാണ് കർത്താവിന്റെ വേല ആരംഭിക്കുവാനിടയായി തീർന്നത്. തണുപ്പ് കൂടുതൽ ഉള്ള സമയമാണ്. പുതയ്ക്കാൻ കമ്പിളി വസ്ത്രമില്ല. ആ നിലയിൽ ഭാരപ്പെടുമ്പോൾ അവിടെ തണുപ്പിനെ അതിജീവിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ ബുക്കാരി എന്ന് പറഞ്ഞൊരു സാധനം, അത് മുറിക്കകത്ത് ചൂടാക്കുന്ന ഒരു സാധനമാണ്. കൽക്കരി ഇട്ട് കത്തിക്കും, അതിന്റെ പുക പുറത്തോട്ട് പോകത്തക്ക നിലയിൽ കുഴലും ഒക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് അത് വാങ്ങിക്കാനുള്ള കാശോ ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് അങ്കുട്ടി എന്ന് പറഞ്ഞൊരു സാധനത്തിനകത്ത് കൽക്കരി ഇട്ട് ചൂടാക്കി അതിന്റെ ചെറിയ ചൂടിലാണ് ഇങ്ങനെ കഴിയുന്നത്. ഒരു ദിവസം കൽക്കരി ഇട്ട് ഇങ്ങനെ കത്തിക്കുന്ന ഇതിന്റെ ഈ വിഷത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഒരു ഞായറാഴ്ച 5-6 പേര് യോഗത്തിന് വരുന്നവരായിരുന്നു. ഒരു ദിവസം രണ്ടുപേര് ഒരു മിലിറ്ററി ഹോസ്പിറ്റലിലുള്ള 2 പേര്, ഇന്നത്തെ പോലെ ഒരു ഹബീൽദാർ വർഗീസും, ഒരു സുബേദാർ വർഗീസും, ഒരു ഹബീൽദാർ തങ്കച്ചനും, അവർ 2 പേരും നിത്യതയിൽ വിശ്രമിക്കുന്നവരാണ്. അവർ വന്നില്ല ആരാധനയ്ക്ക്. വരാതിരുന്നപ്പോൾ അവരെന്താണ് വരാതിരുന്നത് എന്ന് അറിയാനായിട്ട് ഞാൻ അവിടെ നിന്ന് ലാൽ ചൗക്കിൽ നിന്ന് ഏകദേശം 10-12 കിലോമീറ്റർ അകലെ കടന്നു ചെന്ന് അവര് വാർത്ത ക്വാർട്ടേഴ്സിൽ ചെന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മടങ്ങി വരുമ്പോൾ ഇച്ചിരി താമസിച്ചു പോയി. ഒരു 8 മണിയോടുകൂടിയാണ് ഞാൻ മടങ്ങി വീട്ടിൽ വരുമ്പോൾ ഈ അങ്കുട്ടി കത്തിച്ച് എൻ്റെ ഭാര്യ, അന്ന് 2 കുഞ്ഞുങ്ങൾ കൂടെയുണ്ട്, കത്തിച്ച് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുറിയെല്ലാം എയർ ടൈറ്റ് ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ പുറത്തോട്ട് പോകേണ്ട ആ പുകയല്ല, കണ്ടാൽ പുകയൊന്നും തോന്നുകയില്ല, കാര്യം ശുദ്ധീകരിച്ച കൽക്കരിയാണ്. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന നിക്കോട്ടിൻ വലിയ വിഷമാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞാൻ വന്ന് കഥകെ മുട്ടിയപ്പോൾ എൻ്റെ ഭാര്യ ഒരു കുഞ്ഞിനെ മടിയിൽ കിടത്തി അങ്കുട്ടിക്കകത്ത് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു മോന്, ഇന്ന് അമേരിക്കയിലുള്ള മോന്, കട്ടിലേൽ ഇങ്ങനെ ഒരു കമ്പിളി ഉണ്ടായിരുന്ന പൊതിച്ച് അതും കിടക്കുന്നു. വന്ന് ഞാൻ കയറി കഥകെ മുട്ടി, കഥക് തുറന്നത് ഓർക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ എഴുന്നേറ്റ് കഥക് തുറന്നു, കുഞ്ഞുമായിട്ട് ഇങ്ങനെ മറിഞ്ഞങ്ങ് പോയി. അപ്പൊ എനിക്ക് തോന്നി, ദൈവമേ, ഇത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാണല്ലോ വന്നത്, പൈശാചിക പോരാട്ടമാണെന്നാണ് എൻ്റെ ഹൃദയത്തിൽ ആദ്യമേ തോന്നിയത്. ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്തു, പക്ഷെങ്കിൽ പ്രയോജനം ഉണ്ടായില്ല. അപ്പൊ കണ്ണെല്ലാം ഇങ്ങനെ മറിഞ്ഞു പോകുന്നു എൻ്റെ ഭാര്യയുടെ. ഞാൻ എളുപ്പം വീട്ടുകാരെ വിളിച്ചു. വീട്ടുകാരെ വിളിക്കുമ്പോൾ തന്നെ അതിന് വേറൊരു കാര്യമുണ്ട്. വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ തന്നെ അവിടെയുള്ള വീട്ടുകാർ നമ്മളോട് പറയും,
അവിടെയുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട്, അവരെ നോക്കാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കഥ കടച്ചിട്ടേക്കണമെന്ന് പറയും. അപ്പം ഞങ്ങൾ അതനുസരിച്ചാണ് കഥ കടച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സമയം വന്നപ്പോൾ ഞാൻ ഓടി കഥകൾ മുട്ടിയപ്പോൾ അവിടെ ബാച്ചലറായിട്ടൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ വീട്ടുകാരെ വിളിച്ചു കൊണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. കാര്യം ഈ വിഷം മുഴുവൻ ശ്വസിച്ച് അകത്തെ ബ്ലഡ് മുഴുവൻ ക്ലോട്ടായിപ്പോയി. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും കൂടി അന്ന് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയേനെ. പക്ഷേ ആ 5 മിനിറ്റിന് മുമ്പ് ദൈവം എന്നെ അവിടെ കൊണ്ട് നാക്കുകയും ആ സഹോദരൻ വിളിച്ചതനുസരിച്ച് വീട്ടുകാർ കടന്നു വന്നപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അവര് ഉടൻ തന്നെ പച്ച പാൽ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വാങ്ങും പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ പാല് വാങ്ങിക്കാൻ പോയ സമയത്ത് ആ വീട്ടിലെ ഒരു സഹോദരിയും അമ്മയും വന്ന് എൻ്റെ ഭാര്യയെ ശരീരം തല മുതൽ പാദം വരെ തൂത്തും തിരുമി ഒരു തരത്തിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കണ്ണൊന്ന് തെളിയാനിടയായി തീർന്നത്. അല്ലെങ്കിൽ അന്ന് എൻ്റെ 2 കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും ഈ ലോകത്തോട് വിട പറയേണ്ടതായിരുന്നു. കാര്യം ഞങ്ങൾ ഇത് സംഭവിക്കുന്നതിന് കൂടി വന്ന ഒരു 4 മാസം മുമ്പ് അതിന്റെ തൊട്ടടുത്ത്, അന്ന് ഞങ്ങൾ അവിടെ ചെന്നിട്ടില്ല, ആ ഒരു വീട്ടിലെ ഒരു മിലിറ്ററി സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഇതേ നിലയിൽ ലോകത്തോട് വിട പറഞ്ഞ അനുഭവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ വീട്ടുകാര് ഉടൻ തന്നെ ഞങ്ങളെ ഈ നിലയിൽ പരിചരിച്ച് ഒരു വിടുതൽ ഉണ്ടാകാനിടയായി തീർന്നത്. അതും ഇന്ന് ഓർക്കുന്നുണ്ട്. ദൈവത്തിന്റെ വലിയ കരുതല്. സമയം 5 മിനിറ്റൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ 3 പേര് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയതിനെ ദൈവം അത്ഭുതമായി രക്ഷിച്ചു. പാസ്റ്റർ എത്ര വർഷം അവിടെ ഈ ജമ്മു കാശ്മീരിൽ സുവിശേഷ വേല ചെയ്തു? ശ്രീനഗർ ഞാൻ അധികകാലം ചെയ്തില്ല. ശ്രീനഗറിൽ 3-4 വർഷം മാത്രമേ നിന്നുള്ളൂ. കാര്യം അവിടെ ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ, വളരെ ഞെരുക്കം ഉണ്ട്. ആരും തന്നെ സഹായിക്കാനുള്ള 400 രൂപ കൊണ്ട് ഒന്നും ഒരു കാര്യം നടക്കുകയില്ല. ഒരു നല്ല കമ്പിളി വസ്ത്രം പോലും വാങ്ങിക്കാനുള്ളതായി സാവകാശമില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചുരുങ്ങിയ വിശ്വാസികൾ, അവരുടെ ചെറിയ സഹായം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ജീവിതം മുൻപോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങൾ അവിടെ ശുശ്രൂഷകൾ ആരംഭിക്കുവാനിടയായത്. എന്നാൽ അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഞാൻ കടം വാങ്ങിക്കാനായിട്ട് പോവുകയില്ല എന്ന്. ദൈവസന്നിധിയിൽ അങ്ങനെ താല്പര്യപ്പെട്ട് തീരുമാനിച്ചു. അതുകൊണ്ട് കടം വാങ്ങിക്കാൻ ആരോടും കടം ചോദിക്കുകയില്ല, വാങ്ങിച്ചുമില്ല. ഈ പറയാനുള്ള കാരണം എന്താ ചോദിച്ചാൽ, ആ നിലയിൽ ഭാരപ്പെട്ട സമയത്ത് എൻ്റെ ഇളയൊരു കുഞ്ഞ് എൻ്റെ ഭാര്യയുടെ മടിയിൽ കിടന്നെന്ന് ഞാൻ പറഞ്ഞ ആ കുഞ്ഞ് അതിന് 2-3 ദിവസമായിട്ട് പാല് കൊടുക്കാൻ പോലും കയ്യിൽ ഒരു 10 പൈസ ഇല്ലാതെ ഭാരപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞാനൊരു ദിവസം ഒരു ഉച്ചയായപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, വാ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടി ഒരു പ്രാർത്ഥന ആരംഭിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ കഥകൾ ഒരാൾ മുട്ടുന്നത് കേട്ടിട്ടുണ്ട്. കഥകൾ തുറന്നു നോക്കിയപ്പോൾ 3 എഴുത്തുകൊണ്ട് തന്നേച്ച് അദ്ദേഹം പോയി. അപ്പോൾ ഓരോ എഴുത്തും പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു എഴുത്തിനകത്ത്, ഒരു കവറിനകത്ത് ഒരു വാചകം മാത്രം ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം എന്നുള്ളതാണ് എഴുത്ത്. അത്രയേ ഉള്ളൂ കാര്യം. ആരയച്ചതാണെന്നില്ല, എവിടെ നിന്നാണെന്നില്ല. 130 രൂപ അതിനകത്ത് വെച്ചിട്ട് 100-ന്റെ ഒരു കടലാസും 10-ന്റെ 3 കടൽ നോട്ടും, അങ്ങനെ 130 രൂപ വെച്ചത് ഓർക്കുന്നു. എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പൈസ ഇല്ലാതെ വാങ്ങിക്കാൻ കഷ്ടപ്പെട്ട ആ സമയത്ത് ദൈവം അത്ഭുതമായി തന്നത് ഞങ്ങളുടെ ആയുസ്സിൽ ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. അത് കൊടുത്ത് ഞങ്ങൾ ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ ഒരു പാൽപ്പൊടി വാങ്ങിച്ച് അത് കൊടുത്തുകൊണ്ടിടയായി. മാത്രമല്ല, ഇന്ന് നോക്കിയാൽ കാണാം അവൾക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉടുപ്പുണ്ട്. ആ ഉടുപ്പ് അന്ന് 13 രൂപ കൊടുത്ത് വാങ്ങിച്ച ഉടുപ്പാണ്. ആ കുഞ്ഞിനെ അന്ന് കഴിഞ്ഞിട്ട് അസ്വസ്ഥത പിടിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ലോകത്തോട് വിട പറയാനിടയായി തീർന്നു. അവളെ അടക്കിയത് ശ്രീനഗറിൽ CNI ചർച്ചിന്റെ കോമ്പൗണ്ടിലാണ് അടക്കാനിടയായത്. ഒരു പെട്ടി വാങ്ങിക്കാൻ പോലും അന്ന് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആ സമയം ഞാൻ ഓർക്കുന്നു. അന്ന് മാത്യൂസ് പള്ളിക്കൽ എന്ന് പറഞ്ഞ്, ഇപ്പോൾ അദ്ദേഹം ഇവിടെ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം അവിടെയുണ്ട്, വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നു. അതുപോലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജോഷുവ ഡേവിഡ്, പിന്നെ പാനിപ്പറമ്പിൽ തോമാച്ചൻ, ഇവരൊക്കെ കൂടിയാണ് ഒരു പെട്ടി വാങ്ങിച്ച് എൻ്റെ കുഞ്ഞിനെ അടക്കം ചെയ്യാനായിട്ട് ഇടയായത്. അടക്കം ചെയ്യുമ്പോഴും ഞാൻ ഓർക്കുന്നു, അവളോട് പറഞ്ഞ ഒരു വാക്ക് ഇതാണ്, മകനെ നിന്റെ ഇവിടെ അടക്കുകയാണ്, ശുശ്രൂഷയുണ്ടെങ്കിൽ അത് തികച്ചതിന് ശേഷം പപ്പായും നീ ഒരുമിച്ച് സ്വർഗപിതാവിനെ കാണാം എന്ന് പറഞ്ഞ് അടക്കിയത് ഇന്നും ഓർക്കുന്നു. CNIയുടെ സെമിറ്ററിയിലാണ് അവളെ അന്ന് അടക്കാനിടയായി തീർന്നത്. അപ്പൊ പിന്നീട് എത്ര വർഷം പാസ്റ്റർ അവിടെ വേല ചെയ്തു? പിന്നെ അധിക കാലം അവിടെ നിൽക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ, എൻ്റെ കുഞ്ഞിന്റെ വേർപാടുകളുടെ ബന്ധത്തിൽ ഞങ്ങൾക്ക് വളരെ മനോദുഃഖവും പ്രയാസം തോന്നി. ഇപ്പോൾ ക്യാപ്റ്റൻ ശ്യാമേൽ അവറുകൾ പറയാനിടയായി, തങ്കച്ചൻ ഇവിടെ ഇനി
ഇത്രയും നാൾ നിന്നല്ലോ. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ഈ മോൾക്ക് അസ്വസ്ഥതയായി കിടന്ന് മരണത്തോട് ഇങ്ങനെ മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ ശമുവേൽ അദ്ദേഹം ഒരു മിഷണറിയുമായിട്ട് ലഡാക്കിൽ പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നിടത്ത് വന്നു. രാത്രിയിൽ ഞങ്ങളുടെ കൂടെ താമസിച്ചു ഓർക്കുന്നുണ്ട്. താമസിക്കുക മാത്രമല്ല, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ രാത്രിയുടെ മുഖത്തിൽ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ താഴെ ഞങ്ങളൊരു 2 നില കെട്ടിടത്തിന്റെ മുകളിലാണ് ഇരുന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൊറുകുറുക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആ താഴെ കൂടെ വന്ന ഒരു സഹോദരൻ അദ്ദേഹം ഓർത്തു, ഇതെന്തോ ആയി ശബ്ദം കേൾക്കുന്നതെന്ന് വിചാരിച്ച് കയറി വരുക. പുറത്തു വന്നിങ്ങനെ വാതിക്ക് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ക്യാപ്റ്റൻ ശമുവേൽ എന്നോട് പറഞ്ഞു, വെച്ചാൽ അതാരാന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എനിക്കറിയില്ല, ഒരാളിങ്ങനെ തണുപ്പത്ത് ഒരു വലിയ കോട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, കയറിയിരിക്കാൻ താല്പര്യമുണ്ട് വരാൻ പറഞ്ഞു. വന്ന് ഇരുന്നത് ഓർക്കുന്നുണ്ട്. ഇരുന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. അദ്ദേഹം വരാനിടയായി. പക്ഷേ അദ്ദേഹം ഒരു വലിയ രോഗിയായിരുന്നു. മെഡിക്കൽ കോളേജ് ജമ്മുവിലെ കാശ്മീരിലെ ശ്രീനഗറിലെ മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നടക്കാൻ പോലും വേണ്ടത്ര സൗകര്യം പറ്റാത്ത പരിസ്ഥിതിയിൽ അദ്ദേഹം നടന്നു വരുമ്പോഴാണ് ഈ ശബ്ദം കേട്ട് വന്നത്. എന്നാൽ അന്ന് രാത്രിയിൽ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഓർക്കുന്നു. ക്യാപ്റ്റൻ ശമുവേൽ, ഞാനും വേറൊരു സഹോദരനുണ്ടായി. ഞങ്ങൾ 3 പേരും കൂടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതമായ സൗഖ്യം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന്റെ പേര് ആസാദുള്ള ജോൺ എന്നാണ്. പുള്ളിക്ക് അന്ന് സൗഖ്യമുണ്ടായി. എന്നാൽ അന്ന് രാവിലെ ക്യാപ്റ്റൻ ശമുവേൽ അവറുകൾ തന്റെ ഉദംപൂരിലേക്ക് മടങ്ങി വരികയും അദ്ദേഹം മടങ്ങി വീട്ടിൽ വരുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞ് ലോകത്തോട് വിട പറയുകയും ചെയ്തത് ഇന്നത്തെ പോലെ ഞാൻ ഓർക്കുന്നു. മാത്രമല്ല, ഒരു കാര്യം കൂടി ഓർപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിൽ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഭാഷ എനിക്കറിയാൻ വയ്യ. ഉറുദു എന്നതാണ് ഒരു ആൽഫബറ്റ്, അതിന്റെ അക്ഷരം പോലും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഈ കേരളത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ തന്നെ ഒരു ദിവസം ഞാൻ ഓർക്കുന്നു, ദൈവം എനിക്കൊരു ദർശനം തന്നത് ഓർക്കുന്നുണ്ട്. ഞാൻ ഏതൊരു ഭാഷ പഠിക്കും. എനിക്ക് 2 കുഞ്ഞുങ്ങളായതിനു ശേഷമാണ് സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരു ദർശനം കാണാനിടയായത്. അപ്പൊ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, എനിക്കിനി ഏത് അന്തിപരിശോധന വരാൻ പോകുന്നത്? 2 കുഞ്ഞുങ്ങളായി ഞാൻ ഇനി എന്നാ പഠിക്കുന്നത് എന്ന് വിചാരിച്ചിരിക്കാനിടയായി. എന്നാൽ ഞാൻ ഓർക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറുദു ഭാഷ അറിയാൻ പാടില്ല. ആരെങ്കിലും അത് ചോദിക്കുകയാണ്, ഞാൻ ഉറുദുവിൽ ചിരിച്ചു കാണിക്കുകയല്ലാതെ പറയാൻ അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദർശനത്തെ കുറിച്ച് എനിക്കൊരു ഓർമ്മ വന്നത്. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ആ വീടിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഈ നമ്മുടെ ഇവിടെ നിലത്തെഴുത്തൊക്കെ പഠിപ്പിക്കുമ്പോൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കാനിടയായി. ഞാനപ്പോൾ ആ ശബ്ദം കേട്ട ഇടത്തേക്ക് ചെന്നപ്പോൾ 2 നില കെട്ടിടത്തിന്റെ മുകളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. 1, 2, 3 ക്ലാസ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി, ഇവരോട് ചോദിച്ചാൽ എന്നെ കൂടി ഉറുദു ഒന്ന് പഠിപ്പിക്കുമോ എന്നറിയാനായിട്ട് ഞാൻ അവിടെ കയറി ചെന്നു. ഉച്ചയോടുകൂടി കയറി ചെന്നപ്പോൾ അവർ ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, എന്താ വന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഉറുദു ഒന്ന് പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഈ 2 പിള്ളേരായ താങ്കൾ ഇനി എന്നാ പഠിക്കാനാ, പഠിപ്പിച്ചാലും മനസ്സിലാകുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെങ്കിൽ അന്നത്തെ ഫീസ് കൊടുക്കാൻ എൻ്റെ ഇതില്ല. ഞാൻ ഫീസിന്റെ കാര്യവും പറഞ്ഞു, എല്ലാം ഒരു തരത്തിലൊന്ന് ക്രമീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, എന്നെ പഠിപ്പിക്കണമെന്ന താല്പര്യത്തിലല്ല, വിട്ടുപോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യുക, നാളെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ആ സമയം ഇങ്ങനെ നോക്കിയിരിക്കുക. നാളെ അന്ന് പറയുന്ന ആ ദിവസം മണിക്കൂറുകൾ ഞാൻ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കൃത്യസമയത്ത് ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ അവർ പറഞ്ഞു, പഠിക്കാൻ വന്നതല്ലേ? അതെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ കുറെ എഴുതി തരാം, അത് പഠിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എഴുതിത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉറുദുവില് അക്ഷരമാല എഴുതി തരികയാണ്. എനിക്കപ്പോൾ വായിക്കാൻ അറിയത്തില്ല. ഉറുദുവിൽ അക്ഷരമാല എഴുതി എനിക്ക് വായിക്കാൻ അറിയത്തില്ല. പിന്നെ ഞാനത് പറഞ്ഞു, ഉറുദുവിൽ നിങ്ങൾ എഴുതി എനിക്ക് വായിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഓരോ അക്ഷരത്തിന്റെ മുകളിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ കൂടി ഒന്ന് എഴുതി വെക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ എഴുതി വെക്കാനിടയായി. അങ്ങനെ അവര് ആ ഉറുദുവിന്റെ 33 അക്ഷരങ്ങൾ എഴുതി അതിന്റെ മുകളിൽ ഇംഗ്ലീഷിൽ കൂടി എഴുതി തരാനിടയായി. ഞാൻ ഇംഗ്ലീഷിൽ എഴുതി തന്നെ. അപ്പൊ അതിന്റെ ആ പ്രൊനൗൺസിയേഷൻ അതുപോലെ പറയാൻ എനിക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിന്റെ മുകളിൽ മലയാളം കൂടി എഴുതി വെച്ചു. എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമൊക്കെ ചെയ്യാനിടയായത്. എന്നാൽ സത്യം പറയട്ടെ, ഞാൻ വീട്ടിലോട്ട് വന്ന് കയറി, എൻ്റെ കുഞ്ഞിനെ അസ്വസ്ഥതയായിട്ട് കിടക്കുന്നു, അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. പക്ഷേ ഞാൻ ഇത് പഠിക്കാനുള്ള ആഗ്രഹത്തിൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം ഉറങ്ങിക്കിടന്ന സമയത്ത് ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കാനിടയായി. ഞാൻ പ്രാർത്ഥിച്ച വാചകം ഇന്ന് ഞാൻ ഓർക്കുന്നു, കർത്താവേ, ആ ബാബേലിൽ ഭാഷ കലക്കിയ ദൈവം നീയാണെങ്കിൽ
ഈ ഭാഷ തെളിച്ചു തരാൻ നിനക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് രാത്രിയിൽ ഈ ഇരുന്ന് ഇത് വായിക്കാനും പഠിക്കാനും ഇടയാക്കി. പ്രിയമുള്ളവർ, ഒരു കാര്യം സത്യം പറയട്ടെ, ആൽഫബറ്റ്സ് പഠിക്കാൻ എനിക്ക് 1 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല. ഉറുദുവിന്റെ ആൽഫബറ്റ്സ് ഈ 33 അക്ഷരങ്ങൾ പഠിക്കാൻ എനിക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ദൈവം എന്നെ പഠിപ്പിച്ചു. അതിപ്രകാരമാണ് അലിഫ് ബേ പേ തേ ടേ സേ ജീം ചീം ഹായ് ഖായ് ദാൽ റാ ഡേ സേ സി ഇങ്ങനെയുള്ള 33 അക്ഷരങ്ങൾ, അതിന്റെ പെരുക്കങ്ങൾ നിമിഷ നേരം കൊണ്ട് ദൈവം എന്റെ ഹൃദയപലകത്തിൽ എഴുതി തന്നത് ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു. അതിന്റെ പിറ്റേ ദിവസം ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു, എഴുതി തന്നോ പഠിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പഠിച്ചു. എന്നാൽ ഒരു ചോക്ക് എടുത്തെന്ന് വെച്ച് പറഞ്ഞാൽ ആ ബോർഡിൽ എഴുതാൻ പറഞ്ഞു. എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ നിമിഷ നേരം കൊണ്ട് അത് മുഴുവൻ എഴുതി. നമ്മുടെ ഇവിടെ നിന്ന് ഇവിടെ വലത്ത് നിങ്ങോട്ട് എഴുതുകയാണെങ്കിൽ ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ എഴുതി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു, പഠിപ്പിച്ചോളാന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, 3 മാസം 2 മാസം കൊണ്ട് 3 ക്ലാസ് പഠിക്കാൻ കൃപയാൽ ഇടയാക്കി. പുസ്തകങ്ങളെല്ലാം പേരുകളൊക്കെ അവർ എഴുതി തന്ന് ലാഴ്ചവൃത്തി എന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇത് പഠിച്ച് 2 മാസം കൊണ്ട് 3 ക്ലാസ് പുസ്തകങ്ങൾ വായിച്ച് പഠിക്കാൻ ദൈവം കൃപയാൽ ഇടയാക്കി. അനന്തരം ബൈബിൾ വാങ്ങിക്കാനും അതുമൊക്കെ കുറേയൊക്കെ വായിച്ച് പഠിക്കാനും ദൈവം കൃപയാൽ സഹായിച്ചു. അപ്പൊ എത്ര വർഷം ഉണ്ടായിരുന്നു ഈ നോർത്ത് ഇന്ത്യയിൽ? നോർത്ത് ഇന്ത്യയിൽ ഔദ്യോഗിക കാലമില്ല, 5-8 വർഷം മാത്രമേ നിൽക്കാൻ എനിക്ക് പറ്റിയുള്ളൂ. അനന്തരമായി ഞാൻ അവിടെ തിരിച്ചു പോരേണ്ടി വന്നു. എൻ്റെ വൈഫിന് ആസ്മ പിടിപെട്ട് അവൾ മരണത്തോട് മല്ലടിച്ച സമയം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പല പ്രാവശ്യം ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങളുടെ രോഗം കൊണ്ട് അവർ പലപ്പോഴും ഭാരപ്പെട്ട ഈ ന്യൂമോണിയ പോലുള്ള രോഗം വന്നിട്ട് വളരെ ഭാരപ്പെട്ട സമയം കൊണ്ടായിരുന്നു. അങ്ങനെയുള്ള പല സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നു. മാത്രമല്ല എൻ്റെ പിതാവിന് ആരോഗ്യം കുറഞ്ഞ് എൻ്റെ അപ്പൻ പിതാവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരണം എന്നങ്ങനെ വിളിപ്പാനിടയായി. ഈ 1-2 കാരണങ്ങൾ കൊണ്ട് അവിടെ പിന്നെ തുടർന്നു പോകാൻ പറ്റിയില്ല. എനിക്ക് പോരാൻ മനസ്സുണ്ടായിട്ടല്ല, ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ വന്നതുകൊണ്ട് തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. അവിടെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? ഇവിടെയൊക്കെ സാധാരണ നമ്മൾ വീട് വിസിറ്റ് ചെയ്യുകയും ട്രാക്ട് വിതരണം ചെയ്യുകയും സുവിശേഷ അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു പ്രവർത്തനം ഇവിടത്തെ. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ ഉള്ള ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ശ്രീനഗർ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭാഷ അറിയത്തില്ലല്ലോ, ഭാഷ അറിയത്തില്ല. പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ട്രാക്ട് അടിക്കുകയാണ്, ട്രാക്ട് വാങ്ങി വരുത്തുകയാണ്. ട്രാക്ട് വരുത്തിയിട്ട് പിന്നെ അതിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഒരു എഴുതി ഫോർ ഫർദർ ഇൻഫർമേഷൻ പ്ലീസ് കോണ്ടാക്ട് എന്ന് പറഞ്ഞ് എഴുതി നമ്പറും ഒക്കെ കൊടുക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർത്ത് പോവുകയാണ്, ആദ്യമായിട്ടാക്കി ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് ഭാഷ അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറൊക്കെ അദ്ദേഹം വന്നിച്ച് ചോദിച്ചു, താങ്കൾ മിഷനറിയാന്ന് പറഞ്ഞു, ഭാഷ അറിയാത്ത താങ്കൾ എന്നാ മിഷൻ പ്രവർത്തനം നടത്തുന്നത് ചോദിച്ചു. ഏതായിരുന്നാലും കൊള്ളാം, ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം ഈ ഭാഷ ഇത്രയും തന്നതുകൊണ്ട് വേദപുസ്തകം പിന്നെ വായിക്കാനുള്ളത് എനിക്ക് വലിയ ആഗ്രഹം തോന്നി. ഉറുദു ഭാഷയിൽ ഒരു വേദപുസ്തകം ഞാൻ വാങ്ങിച്ചു. മാത്രമല്ല അതിന്റെ ഇംഗ്ലീഷിൽ ഒരു ഭാഷ, മലയാളം, ഈ 3 ഒന്നിച്ചു വെച്ചാണ് സങ്കീർത്തനങ്ങളും മറ്റുമൊക്കെ വായിക്കാനായിട്ട് താല്പര്യപ്പെട്ടത്. അപ്പൊ എനിക്ക് വായിക്കാൻ അറിയത്തില്ല ഉറുദു വായിക്കാൻ അറിയാമല്ല. അതിന് ഞാൻ എന്നെ ക്ലാസ് പഠിപ്പിക്കുന്നത് 1-1.5 മണിക്കൂർ നേരെ ക്ലാസ് പഠിപ്പിക്കുകയുള്ളൂ ഒരു ദിവസത്തില്. കാര്യം പിള്ളേരുടെ സമയത്ത് എന്നെ പഠിപ്പിക്കുകയല്ല, അവർക്ക് ലെസൺ ടൈമായിട്ട് അവർക്ക് ആഹാരം കഴിക്കാൻ പോകുന്ന സമയത്താണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യുമായിരുന്നു, എന്നെ പകുതി സമയം ഞാൻ ഈ ഉറുദു പഠിപ്പിക്കാൻ സമയമെടുക്കും. പിന്നത്തെ 1/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോടുകൂടി സുവിശേഷം എന്ന് പറയണമല്ലോ, എനിക്ക് പറയാൻ അറിയത്തില്ല വേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബൈബിള്, എൻ്റെ ഇംഗ്ലീഷ് ബൈബിളും ഉറുദു ബൈബിളും അവരേക്ക് കൊടുക്കും. എന്നിട്ട് അവരെ കൊണ്ട് ഞാൻ ഈ ഉറുദു ബൈബിൾ വാങ്ങിച്ചിട്ട് ഇംഗ്ലീഷും കൂടെ നോക്കും. എന്നിട്ട് മലയാളവും നോക്കും. ഈ 3 ഭാഷ ഒന്നിച്ച് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം എഴുതി എടുക്കും. എന്നിട്ടാണ് ഞാൻ പഠിക്കാനിടയായത്. അപ്പോൾ എനിക്ക് വളരെ വേഗത്തിൽ ആ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ദൈവം കൃപയാൽ സഹായിച്ചു. അപ്പൊ അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് 7 വർഷത്തോളം സുവിശേഷ വേല ചെയ്തു. അതിനുശേഷം പിന്നീട് ഈ കേരളത്തിലേക്കാണോ വന്നത്? കേരളത്തിലാണ് വന്നത്. വന്ന് എവിടെയാണ് പിന്നീട് സുവിശേഷ പ്രവർത്തനം? പിന്നീടും കേരളത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് അന്ന് ഇവിടെ ചുരുങ്ങിയ സഭകളേ ഉള്ളൂ. ആ സഭകളിൽ ഏറ്റവും നല്ല ഒരു സഭയാണ് വാഴവര സഭ. ആ വാഴവര സഭയുടെ ചാർജാണ് എനിക്ക് കെ ഇ മാത്യു അവர்கள் വെച്ചിരുന്നത്. പക്ഷേ സമയം കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾ അന്നേരം ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചു. ഇംഗ്ലീഷും ഹിന്ദി അവർക്ക് അറിയാവുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്ന മലയാളത്തിൽ ചേർക്കാൻ പറ്റുകയല്ലാത്തത്, സ്കൂളിൽ ചേർക്കാൻ പറ്റുകയല്ലാത്തതുകൊണ്ട് കുട്ടിക്കാലത്താണ് ചേർക്കാനായിട്ട് ഇടയായത്. ഇപ്പൊ സാമ്പത്തികത്തിന് ആവശ്യമാണല്ലോ, ഏതെങ്കിലും നിലയിൽ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ച് ഞാനും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. വാഴവര സഭയുടെ ചാർജ് കിട്ടുകയാണെങ്കിൽ അവിടെ നല്ല സഭയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കാനിടയായി.
പക്ഷേ കിട്ടിയ സഭ ചാർജ് എനിക്ക് വന്നപ്പോൾ പണ്ടത്തെ പോലെ തന്നെ ഉപ്പുകര സഭയുടെ ചാർജാണ് കിട്ടിയത്. ഉപ്പുകര സഭയിൽ അന്ന് 10 വിശ്വാസി പോലും ഇല്ല, സാമ്പത്തികമായി വളരെ ചുരുക്കം. പക്ഷെ ഞാൻ അന്ന് ഓർക്കുന്നു, ആദ്യത്തെ പ്രാവശ്യം ഒരു 9 മാസം ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് വീട് വീടാന്തരം കയറി ഇറങ്ങി കർത്താവിനെ സാക്ഷിക്കുമായിരുന്നു, ട്രാക്ട് കൊടുക്കുമായിരുന്നു. എൻ്റെ കൂടെ ബൈബിൾ സ്കൂളിൽ പഠിച്ച ചില സഹോദരന്മാരെ വിളിച്ചു വരുത്തി ഞങ്ങൾ ഒന്നിച്ച് പല ഭവനങ്ങൾ സന്ദർശിക്കുമായിരുന്നു. പക്ഷേ 9 മാസം ശുശ്രൂഷ കൊണ്ട് ഒരു ഒറ്റ വ്യക്തിയെ പോലും നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്ന് എൻ്റെ ഹൃദയത്തിൽ വലിയ ദുഃഖം തോന്നി. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാനിടയായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ തന്നു. എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട് എൻ്റെ വചനം അതിൻ്റെ ക്രിയ തേക്കാതെ ഒരിക്കലും എങ്കിലേക്ക് മടങ്ങി വരികയില്ല എന്ന ആ വചനം എൻ്റെ ഹൃദയത്തിൽ അന്ന് തന്നതാണ്. പിന്നീട് ഞാൻ വന്നപ്പോഴും ആ പഴയ നിലയിൽ 2, 5, 8 വിശ്വാസികൾ മാത്രമുള്ള ഉപ്പുകര സഭയായിരുന്നു. ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാനിടയായി. ദൈവമേ, നീ തന്ന വാഗ്ദത്തമാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്ന കാലം വൈകിയാൽ നീ അതിനുവേണ്ടി കാത്തിരിക്കണം, നിവർത്തിക്കുന്ന നിശ്ചയം എന്നുള്ള വചനം വെച്ച് പ്രാർത്ഥിക്കുവാനിടയായി. കൃപയാൽ 8 വർഷത്തോളം പിന്നീട് ഈ ഉപ്പുകര സഭയുടെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ എനിക്ക് ബലവും കൃപയും തന്നു. അന്ന് കർത്താവിലേക്ക് കടന്നു വന്ന വിശ്വാസികളുടെ ഒരു ഫോട്ടോയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതുകൂടാതെ ചപ്പാത്തിൽ നിന്ന് ഒരു 3 കിലോമീറ്ററും കൂടെ അകലെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയ കൂട്ടായ്മ കൂടി ആരംഭിക്കാൻ ദൈവം കൃപയാലിടയാക്കി. അത്രയും ആത്മാക്കളെ നേടാൻ ദൈവം കൃപയാലിടയാക്കി. അന്ന് മുതൽ ഇന്ന് വരെ ആ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ശുശ്രൂഷകന്മാരെയും ആത്മാക്കളെയും ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് എനിക്ക് സഭയുടെ ചാർജ് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ സെന്ററിന്റെ ചാർജ് മാത്രം എടുത്ത് 10-22 സഭയുള്ളപ്പോൾ ഓരോ ആഴ്ചയിൽ ഓരോ സഭകളിൽ പോയി ശുശ്രൂഷിക്കുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ പാസ്റ്റർ മുഴുവൻ എത്ര വർഷത്തോളമായി സുവിശേഷ വേല ചെയ്യുന്നു? സുവിശേഷ വേലയായിട്ട് ഏകദേശം 57 വർഷത്തോളം ആയിരിക്കുക. 57 വർഷം. 57 വർഷത്തിൽ ഏതാണ്ട് 7 വർഷത്തോളം നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചു. പിന്നീട് ഉള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഈ വാഴവരയും ശുശ്രൂഷിച്ചിട്ടില്ല. മറ്റേ ഈ ഉപ്പുകര സെന്ററിൽ അന്ന് ഹൈറേഞ്ച് പീരുമേട് സെന്ററാണ്. അന്ന് പീരുമേട് സെന്ററിൽ ഉൾപ്പെട്ട സഭയാണ് വാഴവര. അത് കഴിഞ്ഞാണ് സെന്ററിന്റെ വിഭജനമൊക്കെ ഉണ്ടായത്. വിഭജനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉപ്പുകര സെന്ററിന്റെ ചാർജ് എനിക്ക് കിട്ടാനിടയായി. അന്ന് 7 സഭകളോടുകൂടി ആരംഭിച്ചതാണ് ഈ സെന്റർ. കൃപയാൽ ഇപ്പോൾ 22 സഭകൾ ഈ സെന്ററിലുണ്ട്. ആദ്യകാലത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭവനങ്ങൾ സന്ദർശിക്കുക, ട്രാക്ട് കൊടുക്കുക, പരിശോധന നടത്തുക, ഈ നിലയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ശുശ്രൂഷയ്ക്ക് ഇതുപോലെ ബലം നൽകാൻ ഒരു പ്രചോദനമായി തീർന്നത് പാസ്റ്റർ KM ജോസഫ് അവറുകളുടെ ഒരു പ്രസംഗം കൂടി എനിക്ക് ഹൃദയത്തിൽ വല്ലാതെ ഒരു അനുഭവം പ്രചോദനം നൽകാനിടയായി. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊരു വീട് വേണമെങ്കിൽ നിങ്ങൾ ആ വീടിനെ കൈ ചൂണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആ വീട് എനിക്ക് തരണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് വലിയ ബലമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ അതുപോലെ പറഞ്ഞ പല കാര്യങ്ങൾ. അത് ഞാന് ഈ ഉപ്പറയിൽ നിന്നൊക്കെ രാത്രിയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ അന്ന് ഈ കാണുന്ന വീടുകൾ ചുരുങ്ങിയ വീടുകളേ ഉള്ളൂ. ആ വീടുകളിലൊക്കെ നേരെ വന്ന് ഞാൻ രാത്രിയിൽ നിന്ന് കൈ ചൂണ്ടി പ്രാർത്ഥിക്കും, കർത്താവ് ഈ വീട് എനിക്ക് തരണം, ഈ വീട് എനിക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഓർക്കുന്നുണ്ട്. കൃപയാൽ ആ പ്രദേശത്തുണ്ടാകുന്ന പല വീടുകളെ ദൈവം ദാനമായി തന്നത് ഇന്ന് ഓർക്കുന്നുണ്ട്. ആ നിലയിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ ദൈവം കൃപയാൽ റെഡിയാക്കി ഇത്രത്തോളം ആത്മാക്കളൊക്കെ ദൈവം തന്നു. ഇന്ന് വരെ ദൈവം നിർത്തി. അന്ന് വാഹന സൗകര്യങ്ങളൊന്നും കാര്യമായിട്ടില്ലല്ലോ. വാഹനം എന്ന് പറയുന്നത് ഒരു സൈക്കിൾ പോലും അന്നില്ല, മാത്രം വഴിയില്ല. പിന്നെ വാഹനം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. പിന്നീടാണ് ഈ വഴിയെ കുറിച്ചുള്ളതായിരിക്കുന്ന ചിന്തയൊക്കെ ഉണ്ടായി, വഴിയൊക്കെ വെട്ടിക്കാനും ഒക്കെ ഉള്ളതായ അവകാശം ഉണ്ടായി. നാട്ടുകാരുടെ ഒറ്റയടി പാതയല്ലാതെ ഒരടി അല്ലാതെ 2 അടി പാതയില്ലായിരുന്നു. ഈ വഴി വെട്ടിക്കാനുള്ള മുഖാന്തരം തന്നെ ഞാനിവിടെ വന്നതാണ്. അതിനു മുമ്പ് വഴി വെട്ടിക്കാനായിട്ട് ഒത്തിരി പേര് താല്പര്യപ്പെട്ട് വഴിവെട്ട് നടന്നു. കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട, ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലാണ്. അതായത് ഉപ്പുതറ ടൗണിൽ നിന്ന് ഒരു നല്ല ദൂരമുണ്ട്. ഈ ഇതിന്റെ മലയുടെ മണ്ടയിലാണ് കയറി വന്നിരിക്കുന്നത്. അപ്പം ഒരു ചില വർഷങ്ങൾക്ക് മുമ്പ് വഴിയില്ല, വാഹനങ്ങളില്ല, സൗകര്യങ്ങളില്ല. അപ്പൊ അവിടുന്ന് അരിസാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചുവന്നോട്ട് പറഞ്ഞു. തലച്ചോട്ടയിലാണ് ചുവന്നോട്ട് വരേണ്ടത്. അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ആരാധനയ്ക്ക് പോകുന്നത് നടന്നാണ് പോകുന്നത്. സ്കൂളിൽ പോയതും ഇന്ന് ഓർക്കുന്നു, 3-3.5 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോവുകയാണ് കൊച്ചു പ്രായം മുതൽ. ഇപ്പോഴതിന്റെ ആവശ്യമില്ല. ഇപ്പം ഇവിടെ നിന്ന് സ്കൂൾ ബസ്സുണ്ട്, ഇവിടുന്ന് തന്നെയുണ്ട്, പോവുകയും വരികയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ പാസ്റ്ററുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള സുവിശേഷകന്മാരെ കുറിച്ചൊന്ന് പറയാമോ? എന്റെ ജീവിതത്തില് സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ വളരെ
സ്വാധീനിച്ചിട്ടുള്ള നേതൃനിരയിരിക്കുന്ന കർത്തൃദാസന്മാർ പലരുണ്ട്. ഞാൻ മുമ്പേ ഓർപ്പിച്ച ഭാഷ കെ എൻ ജോസഫ്, അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത് വലിയ പ്രചോദനം നൽകുന്ന ദൂതുകളാണ്. പക്ഷെ PM ഫിലിപ്പ് അദ്ദേഹത്തിന്റെ പ്രസംഗം, അതുപോലെ തന്നെ ദൈവദാസന്മാര്, എന്നെ പഠിപ്പിച്ച അധ്യാപകര്, അവരുടെ ക്ലാസ്, അവരുടെ ശുശ്രൂഷ, അവർക്ക് ഞങ്ങളോടുള്ളതായ ആ ഇടപാടുകൾ, ഇതൊന്നും ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. അന്നത്തെ ആ രീതിയിലുള്ള ശുശ്രൂഷകളാണ് ഇന്നും കൃപയാൽ തുടർന്നു വരുവാൻ ദൈവമിടയാക്കിയത്. ആ നിലയിലാണ് ഇന്ന് ശുശ്രൂഷിക്കുന്നത്. എന്നാൽ ഇന്നത്തെ തലമുറയിൽ ആ ശുശ്രൂഷ വലിയ ആണെന്ന് പറയാത്ത ആളുകളുമുണ്ട്. അതിന് കഴിഞ്ഞ ചില നാൾക്ക് മുമ്പ് ഒരു ശുശ്രൂഷകൻ പറഞ്ഞത് ഞാൻ ഇപ്രകാരം ഓർക്കുന്നു: അന്നത്തെ കാര്യം കൊണ്ടൊന്നും ഇന്ന് നടക്കുകയില്ല, ഇന്ന് പുത്തൻ തലമുറയാണ്, ഈ പുത്തൻ തലമുറയ്ക്ക് പുത്തൻ വേണം എന്ന് പറഞ്ഞത് ഓർക്കുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ പുതിയതല്ല, ആ പഴയ നിങ്ങളുടെ പിതാക്കന്മാരിട്ടിരിക്കുന്ന അതിന് മാറ്റരുത് എന്ന് ദൈവവചനത്തിലുണ്ട്. എന്നെ ദൈവവചനം അഭ്യസിപ്പിച്ച ദൈവവൃത്തന്മാരെ അവർ നിത്യതയെ വിശ്രമിക്കുന്നുവെങ്കിലും അവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, അവരുടെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പഠിപ്പിച്ചവരെ നന്ദി കൂടെ ഓർക്കുന്നു. അവരുടെ തലമുറകൾക്ക് വേണ്ടി ഞാൻ ഇന്നും ദൈവസേനയിൽ പ്രാർത്ഥിക്കാൻ ദൈവം കൃപയാൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ പാസ്റ്ററെ, അപ്പോൾ ഈ ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവം അത്ഭുതകരമായി വഴി നടത്തി, അല്ലെങ്കിൽ ദൈവം വിടുവിച്ചു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളുടെ മേല്, ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പാസ്റ്റർക്കുണ്ടാകും. എന്നാൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില ഫീൽഡിലെ അനുഭവങ്ങളൊന്നും പറയാം. ഞാൻ അണക്കര സഭയിൽ ശുശ്രൂഷിക്കുന്ന കാലത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കാം. ദൈവം പ്രാർത്ഥന കേട്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ അണക്കര സഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ, അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവളെ ഈ വീടല്ല, എൻ്റെ പഴയ വീടാണ്, ഇവിടെ താമസിപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നിശ്ചയിച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആരെയുമെല്ലാം ക്രമീകരിച്ച് മുഴങ്കാല് മടക്കുന്ന സമയത്താണ് ഓടി ഒരാൾ വീട്ടിൽ ഇവിടെ നിന്നോ അവിടെ വരെ വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, യാത്രാ സൗകര്യമില്ല, വളരെ ക്ലേശം സഹിച്ച് അദ്ദേഹം വന്നതേ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പായിട്ട് പ്രാർത്ഥന തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഭാര്യയ്ക്ക് സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, കാലിന് നീര് വെച്ച്. ഞാൻ പോകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല. പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ കാല് നീര് വന്നു, ഇല്ലാതെ വീങ്ങി എന്ന് മാത്രമല്ല, കണ്ടാൽ അറിയാൻ വയ്യാത്ത നില അതുപോലെ ആയിപ്പോയി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞയച്ചു, ഞാൻ ഉപവാസമാണ് 3 ദിവസം, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം, വീട്ടിൽ അത് കാര്യം പറയാൻ പറഞ്ഞു. എഴുത്തയച്ചാൽ കിട്ടണേ 2-4 ദിവസം വേണം, യാത്രാ സൗകര്യമില്ല. അപ്പൊ അദ്ദേഹം അവിടെ അന്നേരം തന്നെ യാത്ര ചെയ്തിട്ട് പറഞ്ഞു 3 ദിവസം ഉപവാസ പ്രാർത്ഥന അത് കഴിയുമ്പോൾ വരും എന്ന് വന്ന് പറയാൻ കേൾക്കാം. വന്നപ്പോ എൻ്റെ ഭാര്യ ഇങ്ങനെ വളരെ പ്രയാസത്തിൽ, അവളെ 2 പേര് പിടിച്ചത് തിരിച്ചു കിടത്തെങ്കിൽ ഈ കാലൊന്നും മരിച്ചു വെക്കാൻ വെക്കും, അത്രയും ഭയങ്കര നീര് വെച്ച് വീങ്ങി ഇരിക്കുകയാണ്, പൂർണ്ണ ഗർഭിണിയുമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ എൻ്റെ അമ്മച്ചി ചോറ് വിളമ്പി തന്ന് ഓർക്കുന്നു. ഊണ് കഴിഞ്ഞപ്പോഴേ ഇവളുടെ പ്രയാസം കണ്ടപ്പോൾ ഞാൻ അന്നേരം തന്നെ 3 ദിവസത്തേക്ക് ഉപവാസം പിന്നെയും ഞാൻ തീരുമാനിച്ച് ദൈവസേനയിൽ പ്രാർത്ഥിക്കാനായി സമർപ്പിച്ചു. അവിടെ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാനായി ദൈവം അത്ഭുതം പ്രവർത്തി. 3-ാമത്തെ ദിവസം അന്ന് രാത്രി എൻ്റെ അമ്മച്ചിയാണ് ചോറ് വിളമ്പിയത്. 3-ാമത്തെ രാത്രിയിൽ എഴുന്നേക്കാൻ വയ്യായിരുന്നു എൻ്റെ ഭാര്യ എഴുന്നേറ്റ് അവിടെ കൈകൊണ്ട് ചോറ് വിളമ്പി തരാൻ ദൈവം അത്ഭുതമായി ദൈവം പ്രാർത്ഥന കേട്ട് വിടിവിച്ചത് ഞാൻ ഇന്നത്തെ പോലും ഓർക്കുന്നു. മാത്രമല്ല തലമുറകള് ദൈവം ദാനം ചെയ്ത കാര്യം ഓർക്കുന്നുണ്ട്. അണക്കരയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഭവന സന്ദർശനം ചെല്ലുമ്പോൾ ഒരു തമിഴ് ഫാമിലി, അവരുടെ വീട്ടിൽ അവർക്ക് ഒരു കുഞ്ഞുണ്ട്. അവര് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സുവിശേഷം കേട്ടിങ്ങനെ നിന്ന ഒരു സമയത്താണ്. അവരുടെ വീട്ടിൽ ചെന്നിങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് ആ സഹോദരി ഞങ്ങളോട് പറയാനിടയായി തീർന്നു, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, അവൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഞാനത് പറയാന്ന് ഒരു ചെറിയ തലയിൽ ഒരു എസ്റ്റർല പാർട്ടിയുടെ ഈ അഡ്വർടൈസ്മെന്റ് പോലെയുള്ള ഒരു അനുഭവം. ആ സഹോദരിയാണ്, കൊച്ചു പൊക്കം കുറഞ്ഞ സഹോദരിയാണ്. മാത്രമല്ല ഒരു എടുത്ത് അടിയിലോട്ട് വെച്ചാൽ ഈ കുഞ്ഞിന്റെ കാലിങ്ങനെ നിലത്ത് കിടക്കും. അപ്പോൾ അവര് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്കൊരു നല്ല കുഞ്ഞിനെ തന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്താലും വേണ്ടുകയില്ല എന്ന് പറഞ്ഞു. കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ അവനിങ്ങനെ നോക്കുന്നത് ഇന്നത്തെ പോലും ഓർക്കുന്നു. ഏതായിരുന്നാലും ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയായ ആ സഹോദരന്റെ തലയിൽ അന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ ദൈവം ദാനമായി തന്നു. ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ ആ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് നിങ്ങളെ മറക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ പേര് ഏലിയാമെന്നാണ്, ഏലിയാമെന്ന് പേരിടൊന്നും പറഞ്ഞ് ഏലിയാമെന്ന് പേരിട്ടതും ഓർക്കുന്നുണ്ട്. ഇതുപോലെ അനേക സന്ദർഭം വടക്കേണ്ടിയിൽ വെച്ച് ഇങ്ങനെയുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അനേക കാര്യങ്ങൾ
ദൈവം അത്ഭുതമായി സഹായി രോഗസൗഖ്യം നൽകിയത് ഓർക്കുന്നുണ്ട്. മാത്രമല്ല രോഗശാന്തി പ്രാപിച്ചത് ഓർക്കുന്നുണ്ട്. ഞാനും അത്ഭുതമായ രോഗശാന്തിയിലൂടെ വിശ്വസിക്കുകയും ദൈവം എന്നെ അത്ഭുതമായി സഹായിക്കുകയും ചെയ്തത് മറക്കാൻ ഒരിക്കലും സാധ്യമല്ല. ദൈവം അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കാൻ ശക്തരെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നതാണ്. ഓക്കെ പാസ്റ്ററെ, ഇപ്പോ നമ്മുടെ ഈ പുതിയ ന്യൂ ജനറേഷൻ ചർച്ചകളൊക്കെ വന്നപ്പോൾ പഴയ പെന്തക്കോസിന്റെ ആ ആവേശവും അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ രീതികളും ഉപവാസ പ്രാർത്ഥനകളും വിടുതൽ ശുശ്രൂഷകളൊക്കെ വളരെയധികം പുറകോട്ട് പോവുകയാണ്. ഇപ്പോൾ കൂടുതലും ഈ പ്രോസ്പെറിറ്റി തിയോളജി, അതായത് സമൃദ്ധിയുടെ സുവിശേഷത്തിലേക്കാണ് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ പാട്ടുകളും ആരാധന രീതികളും അതുപോലെ ഓഡിറ്റോറിയങ്ങളിലെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഇതെല്ലാം ഒരു പ്രത്യേക രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരംഭകാലത്തെ പെന്തക്കോസ്തിന്റെ ഒരു ആത്മീയ തീഷ്ണതയും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പാസ്റ്റർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? ഇന്നത്തെ ആത്മീയ നിലവാരം ഈ നിലയിൽ പോകുന്നത് ഒരു എന്തോ പറയുന്നത് ഇതൊരു ആത്മീയതയുടെ ഒരു മികവിലെത്തി എന്ന് പറയാൻ ഒരിക്കലും തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വാദനം തന്നെ പറയും, മനുഷ്യപുത്രന്റെ നാല് വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള കാര്യമാണ്. കാണുന്നവർ കാണും. ഏലിയാവിന്റെ കാലത്തും ഏലിയാവ് പറഞ്ഞല്ലോ ഞാൻ ഒരുത്തം മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോഴും യഹോവയാദീവൻ പറഞ്ഞു ബാലിന് മുഴങ്കാല് മടക്കാതെ 7000 പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ആളുകളുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെങ്കിൽ ഇന്നത്തെ ഈ എന്തോ പറയുന്നത് ഈ ന്യൂ ജനറേഷനിലെ ഈ ഒരു പോക്കെന്ന് പറയുന്നതിനോട് എനിക്ക് അതുപോലെ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. കേൾക്കുന്നവരെങ്ങനെ നിരൂപിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അതിനോട് പൂർണ്ണമായി യോജിച്ചു പോകാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ എന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ പിതാക്കന്മാര് കാണിച്ച മാതൃക, അവരുടെ വിശ്വാസത്തിന്റെ തീഷ്ണത, അവരുടെ പ്രസംഗത്തിന്റെ ശൈലി ഇന്ന് എന്തോ പറയുന്നത് വളരെ വാചാലമായിട്ട് പറയാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും അത് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതിനോട് പൂർണ്ണമായി യോജിപ്പാൻ എനിക്ക് സാധിക്കുന്നില്ല. ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങി വന്നെങ്കിൽ മാത്രമേ പെന്തിക്കോസ്തിന്റെ ശക്തി വേണ്ട നിലയിൽ വെളിപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസമാണ് എൻ്റെ ഹൃദയത്തിൽ ഉള്ളത്. പൊതുവെ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പാസ്റ്റേഴ്സിനോടും പുതുതായിട്ട് സുവിശേഷ വിലയ്ക്ക് ഇറങ്ങുന്ന ചെറുപ്പക്കാരോടൊക്കെ എന്താണ് പാസ്റ്ററുടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ദൈവജനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയി. നമ്മുടെ ഒരു മേഖലയിലും ലജ്ജിച്ചു പോകാൻ ഇടയാകാത്ത നിലയിൽ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം വായിക്കണം. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടു വേണം ക്രിസ്തീയ ജീവിതവും ശുശ്രൂഷയും തുടരുവാൻ എന്നാണ് എനിക്ക് പൂർണ്ണമായിട്ട് പറയാനുള്ളത്. ദൈവവചനം വായിക്കാതെയും ദൈവവചനത്തിന്റെ സത്യസന്ധതയെ മനസ്സിലാക്കാതെയും ഉപരിപ്ലവമായ ഒരു കാര്യം കൊണ്ട് വലിയ നേട്ടങ്ങൾ ലോകപരമായിട്ടുണ്ടാക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ചരക്കെന്ന് പറയുന്ന ആത്മാക്കൾ മാത്രമാണ്. വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്നുള്ളതാ ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിത്യതയുടെ മുതൽക്കൂട്ടെന്ന് പറയുന്ന ആത്മാക്കളാണ്. അത് നേടണമെങ്കിൽ ദൈവവചനപ്രകാരം ജീവിക്കണം, ദൈവവചനം അനുസരിച്ച് ശുശ്രൂഷിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷയ്ക്ക് പ്രയോജനം വരികയുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് ജനത്തോട് ഇന്നത്തെ പുതിയ തലമുറയോട് എനിക്കതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുക, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതം നയിക്കുക, ശുശ്രൂഷ ചെയ്യുക. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കുന്ന ദൈവം നീതിമാനായ ദൈവമാണ്. ആ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിറപടിയായി ദൈവപ്രകാരം ചെയ്തെടുക്കാൻ നാം താല്പര്യപ്പെടണം. ദൈവകരങ്ങൾ ജീവിതം ഏൽപ്പിക്കണം. ഓക്കെ, എന്തായാലും പാസ്റ്റർ ഇനി എന്തെങ്കിലും പാസ്റ്ററുടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട് അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിനോടൊപ്പം പറയണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്റെ താല്പര്യം എന്ന് പറയുന്നത് എന്റെ ലക്ഷ്യം കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിനെ സാക്ഷിച്ച് കർത്താവിൽ ഒഴുകി അലിഞ്ഞു ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പാടുന്ന എൻ്റെ ആയുസ്സിൽ 2 പാട്ടാണ് കൂടുതൽ പാടിയിട്ടുള്ളത്. അന്ന് ഒന്ന് യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യം, അതാണ്. രണ്ടാമത്തെ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്നും പാടാറുണ്ട്, ഏത് ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റാലും പാടി ഞാൻ യേശുവിനായി ജീവൻ പോകോളും നന്ദിയോടെ. ഈ പാട്ട് പാടാത്ത ശുശ്രൂഷകളില്ല. സ്തോത്രം. അപ്പോൾ എനിക്ക് എപ്പോഴും എല്ലാവരോടും പറയാനുള്ളതായ കാര്യം, നമ്മുടെ ശുശ്രൂഷകൾ ദൈവനാമഹത്വത്തിന് വേണ്ടി ആയിരിക്കണം. ദൈവം തന്നെ ഒരു ചെറിയ ആയുസ് കൊണ്ട് നേടാനുള്ള നിത്യതയാണ്.
നമ്മുടെ ഈ ലോകത്തിലെ വാസം എന്ന് പറയുന്നത് ചുരുക്കമാണ്. 70 ഏറെയായാൽ 80. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യുമെന്ന് ദൈവത്തിൽ കാണും. ഒരു ചെറിയ ആയുസ് കൊണ്ട് നമുക്ക് നേടാനുള്ള നിത്യതയാണ്. അതിന്റെ ദൈർഘ്യം നമുക്ക് അറിയാൻ പാടില്ല. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ, ഇവിടെ പ്രതിഫലം കിട്ടണമെങ്കിൽ ദൈവഹിത പ്രകാരം ജീവിക്കണം, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ശുശ്രൂഷിക്കണം. എങ്കിൽ മാത്രമേ നിത്യരാജ്യത്തിൽ പ്രവേശിച്ച് ആ സമാധാനത്തിലേക്ക് പ്രവേശിച്ച് കർത്താവിനോടൊപ്പം വാഴുവാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യമാണ്. പിന്നെ ശുശ്രൂഷ, ലോക ജീവിതത്തിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് കഷ്ടം നിറഞ്ഞതാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട് സുഖമാണോ എന്ന്. ഇവിടെ ഞാൻ സുഖമാണെന്ന് പറഞ്ഞ് ഒരു നിമിഷം പോലും ഓർക്കുന്നില്ല. കാര്യം കർത്താവ് പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് ജീവിതത്തിൽ കഷ്ടം സഹിച്ചവരാണ്. ആ കഷ്ടതയുടെ പാതയാണ് നമുക്കുള്ളത്. എന്നാൽ ഇവിടെ ഇതനുസരിച്ച് ചുരുങ്ങിയ സമയം നാം കർത്താവിന് വേണ്ടി നിലകൊണ്ട് ദൈവത്തിന്റെ വേല ചെയ്ത നിത്യത നമുക്ക് കൈവശമാക്കാൻ കഴിയും. മാത്രമല്ല, നേടുന്ന ആത്മാക്കളെ അവിടെ കൊണ്ടുചെല്ലാൻ കഴിയണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവിടെ അങ്ങനെ ചെന്നാൽ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയത്തക്ക നിലയിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആ നിലയിലേക്ക് വഴി നടത്തുകയും ചെയ്യും. ഓക്കെ, എന്തായാലും പാസ്റ്ററോട് ഇത്രയും സമയം സംസാരിക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിക്കാം. പാസ്റ്റർ. സ്നേഹസ്വരൂപനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയുടെ നല്ല പ്രശാന്തതയ്ക്കായി സ്തോത്രം. ജീവിതത്തിൽ ഇങ്ങനെ നല്ലൊരു അനുഭവം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തുതിക്കുന്നു. പ്രിയമുള്ള കർത്താവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനേകരുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു പ്രചോദനമായി, ഒരു അനുഗ്രഹമായി, ഒരു ആശീർവാദമായി, മാത്രമല്ല കർത്താവെ ഒരു സമർപ്പണത്തിലേക്ക് വരുന്നതിന് കാരണമാക്കണമേ. ദൈവകൃപയിൽ വന്നതിന് ശേഷം അന്യപ്പെട്ടുപോയ അനേകരുണ്ട്. അവരെ മടക്കി വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷം കേൾക്കാത്ത അനേകരുണ്ട്. അവർ കേൾക്കാനുള്ള വഴി ഒരുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, എവിടെയെങ്കിലും ഇരുന്ന് ഞങ്ങൾ അങ്ങയെക്കുറിച്ച് പറയുമ്പോൾ ലോകം മുഴുവനും കേൾക്കുകയും അറിയുകയും ചെയ്യത്തക്ക നിലയിൽ ഈ മീഡിയ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളരുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. അതിന്റെ ദൂഷിച്ച വശങ്ങളിലേക്കല്ല, നല്ല വശങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ. കർത്താവ് അങ്ങയുടെ ഈ വൃത്തന് ഇതുമായിട്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ അഭിഷേകം ചെയ്ത് നടത്തുന്നു എന്നുള്ളതിനായി സ്തോത്രം. എളിവരായ ഞങ്ങളുടെയും അടുത്തു വരുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് ചുരുങ്ങിയ സമയമായിരുന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ പങ്കിടുവാനും ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. എത്ര കാലം കൂടി ഞങ്ങൾക്ക് ഇങ്ങനെ പോകുവാൻ കഴിയും എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആയുസ്, ആരോഗ്യം, സുഖവും ബലവും എല്ലാം അങ്ങേ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിപ്പാൻ സഹായിക്കണമേ. ഈ ശുശ്രൂഷ നടത്തുന്ന അവിടുത്തെ അഭിഷേകത്തിനെ ദൈവം മാനിച്ച് ആ ശുശ്രൂഷയെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇത് കാണുകയും കേൾക്കുകയും ചെയ്തുള്ള എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരോടും കർത്താവ് സംസാരിക്കുകയും എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം കേൾക്കാത്ത ഒരു കാത് പോലും ശേഷിപ്പാനിടയാകാത്ത നിലയിൽ ദൈവത്തിന് മാറ്റമില്ലാതെ വചനം ശ്രദ്ധിച്ച് ക്രൂശിതനായ യേശുവിനെ അംഗീകരിപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമേ. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാത്ത ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നുള്ള വചനം ഓർക്കുന്നു. ആകയാൽ പ്രാണപ്രിയനായ യേശുവിനെ സ്വന്തം രക്ഷകനായിട്ട് അംഗീകരിപ്പാൻ എല്ലാ തരത്തിലും ഇടയാക്കുമാറാകണമേ. വർണ്ണവും വർഗവും ജാതിയും മതവും നോക്കാത്ത ദൈവം, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം ജീവിതങ്ങളോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന ദുഷിച്ച ഈ തലമുറയെ രക്ഷിപ്പാൻ അങ്ങേക്കല്ലാതെ, അവിടുത്തെ ആത്മാവിനല്ലാതെ, അവിടുത്തെ വചനത്തിലല്ലാതെ കഴിയുകയില്ല. ആകയാൽ ആ വചനം ക്രിയ ചെയ്യേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ വായിൽ പുറപ്പെട്ട് എന്റെ വചനം അതിന്റെ ക്രിയയിലേക്ക് അതൊരിക്കലെങ്കിലേക്ക് മടങ്ങി വരികയില്ല എന്നുള്ള വചനം ഓർക്കുകയാണ്. ആകയാൽ ആ മാറ്റമില്ലാത്ത വചനം ശക്തിയോടെ ജനഹൃദയങ്ങളിൽ കർത്താവെ കയറി പിടിപ്പാനിടയാക്കണമേ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തുള്ള ഏത് വാലിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമധ്യങ്ങളെയും വേർപിടിവിക്ക് വരെ തുളസി ചെയ്യുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാഗങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണല്ലോ. ആ വചനം ക്രിയ ചെയ്യും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തന്നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നല്ല സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ശുശ്രൂഷയും അങ്ങേ നാമത്തിന് മഹത്വത്തിന് കാരണമാക്കണമേ. മഹത്വമാനും എല്ലാം അവിടത്തേക്ക് തന്നെ. സർവ്വതും കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വന്തജീവനെ തന്ന് സ്നേഹിച്ച് ഞങ്ങളെ രക്ഷിച്ച കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അതിവിനയമായിട്ട് അപേക്ഷിക്കുന്നത് കേൾക്കണമേ പരമപിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.